മുജാഹിദ് പറയുന്നത് നിരീശ്വരവാദിയായാലും നിങ്ങൾ സുന്നിയാകരുത് എന്നാണ്. നിരീശ്വരവാദിയായാലും സുന്നിയാകരുത് മുജാഹിദ് പഠിപ്പിക്കുന്നു. ഇതേതാ മതം? ഇതേതാ ഇസ്ലാം? ഇതേത് ഖുർആനിലാ പറഞ്ഞത്? ഇത് ഏത് ഹദീസിലാ പറഞ്ഞത്? ഞങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്. നിങ്ങൾ ചിന്തിക്കണം സഹോദരന്മാരെ. മുജാഹിദുകൾ ഈ പരിപാടി റെക്കോർഡ് ചെയ്യുന്നില്ലേ? മുജാഹിദ് റെക്കോർഡ് ചെയ്യുന്നത് വീഡിയോ റെക്കോർഡിംഗ് ഇല്ലേ? ഒക്കെ ചെയ്യാമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങളെ പരിപാടി ഞങ്ങൾക്ക് ഒരുപോലെ റെക്കോർഡ് ചെയ്യാൻ സൗകര്യം ചെയ്തേരും വേണം. ഇത് വൺവെല്ലല്ലോ. അങ്ങനെയാണ് മുജാഹിദ് അതിനാക്കൂല. ഞങ്ങൾക്കറിയാം. ഞങ്ങളൊക്കെ ഞങ്ങൾ തലക്കെന്ന് പഠിപ്പിച്ചാൽ വരില്ലേ. ഇരിക്കട്ടെ, ഞാൻ അതിലേക്ക് കടന്നു വരുന്നു. മുജാഹിദ് പ്രസ്ഥാനം പ്രചരിപ്പിക്കുന്നത് അങ്ങനെയാണ്. എന്ത്? നിരീശ്വരവാദിയായാലും നിങ്ങൾ സുന്നിയാകരുത്. ഏതാത് മതം ഞങ്ങൾക്കറിയുന്നില്ല. ഖുർആനിലുണ്ടോ? ഹദീസിലുണ്ടോ? പ്രമാണങ്ങളിലുണ്ടോ? നാം ചിന്തിക്കേണ്ടതല്ലേ? എന്നാ അഹ്ലു സുന്നയുടെ കറാമത്ത് നിങ്ങൾക്കറിയണോ? ഇത് പറഞ്ഞ മൗലവി, ഈ മൗലവി തന്നെ മൗലവിനെ കൂടെ അള്ള പറയിപ്പിച്ചത് എന്താണെന്നറിയോ? സംഗതി ഇങ്ങനെയൊക്കെയാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നിയായിരുന്നു. എങ്ങനെയുണ്ട് കേട്ടോളൂ. ഇയാളെന്നെ പറയട്ടെ, വെച്ചുകൊടുക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഹാബിയ അല്ലല്ലോ, അല്ലേ? അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഹാബിയ അല്ലല്ലോ, അല്ലേ? അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നിയാണ്. ഞാൻ അഭിപ്രായക്കാരനായി. ഞങ്ങളെല്ലാരും അഭിപ്രായക്കാരാണല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ തന്നെ സുന്നിയായത്. ഞാൻ വലിയ സംഗതിയായിട്ട് മുമ്പിൽ പറയാം, ഞാൻ അഭിപ്രായക്കാരനാണ്. അപ്പൊ അത് ആദ്യം പറഞ്ഞപ്പോ എവിടെ അഭിപ്രായം പോയിരുന്നത്? നിങ്ങൾ നിരീശ്വരവാദി ആയിക്കോളും, എന്നാലും സുന്നിയാകരുത് എന്ന് പറഞ്ഞ നേരത്തെ എവിടെയായിരുന്നു? ഇപ്പൊ എന്നിട്ട് പറയാം ഞാൻ അഭിപ്രായക്കാരനാണ്, നബി തങ്ങൾ സുന്നിയായിരുന്നു. എന്നാ അതന്നെയാണ് പൂർവികരായി 14 നൂറ്റാണ്ട് കാലം മുസ്ലിമീങ്ങൾ എല്ലാവരും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ച് ജീവിക്കാനുള്ള കാരണവും ഇത് തന്നെയായിരുന്നു. പൂർവികരൊക്കെ അഹ്ലു സുന്നയുടെ ആശയമാണ് പഠിപ്പിച്ചത്. ഇതല്ലാത്തൊരു ആശയമില്ല. മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞത് അത് പുതിയ ആശയമാണ്. മുജാഹിദുകൾ മുസ്ലിമീകളെ മുശ്രിക്കും കാഫിറുമാക്കുന്ന പ്രസ്ഥാനമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയോ, മുജാഹിദ് മൗലവി പറഞ്ഞത് ഞാൻ കേൾപ്പിച്ചു തരാം. എന്താണെന്നറിയോ? അയാൾ പറയുന്നത് സുന്നികളായ നമ്മളൊക്കെ വിഗ്രഹ ആരാധകരാകുന്നു. സുബ്ഹാനല്ലാഹ്. നമ്മൾ ബിംബത്തിന് ആരാധിക്കുന്നവരാണ്. നിങ്ങൾ ചിന്തിക്കണം. എന്നിട്ട് പറയുന്നത് എന്താ? മമ്പുറത്തെ തങ്ങൾ ഒരു ബിംബമാകുന്നു. ബിംബത്തെ ആരാധിക്കുന്ന വിഗ്രഹ ആരാധകരാണ് സുന്നികൾ. മുജാഹിദ് ബാലുശ്ശേരി പറയുന്നത് കേട്ടോളൂ. അപ്പൊ ഇവിടുത്തെ സുന്നികൾ ചെയ്യുന്നത് ഖബറാരാധനയല്ല, സാക്ഷാൽ വിഗ്രഹ ആരാധനയാണ്. മമ്പുറം തങ്ങൾ ഒരു വിഗ്രഹമാണ്. മമ്പുറം തങ്ങൾ ഒരു വിഗ്രഹമാണ്. അദ്ദേഹത്തെ ആരാധിക്കുന്നത്. വീട്ടിലങ്ങൾ അതും മമ്പുറത്തെ തങ്ങൾ ഒരു വിഗ്രഹമാകുന്നു. മഅദല്ലാഹ്. കുതുബുസ്സമാൻ അസ്സയ്യിദ് അലവിയിൽ മമ്പുറമി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. മഹാനവറുകൾ ഒരു ബിംബമാണത്രേ. എന്നിട്ട് ആ ബിംബത്തെ ആരാധിക്കുന്നവരാണ് സുന്നികള്. നിങ്ങൾ ചിന്തിക്കണം. ഇതേതാ മതം? ഞങ്ങൾക്ക് അറിയണില്ല. ഇത് ഇസ്ലാമാണോ? ഇത് ഇസ്ലാമാണോ? ഇവരൊക്കെ ആഖിറത്തിൽ രക്ഷപ്പെടുവോ? ഇതുകൊണ്ട് തന്നെയാണ് KV അബ്ദുൽ ലത്തീഫ് മൗലവി പറഞ്ഞത്. ഞാൻ കേൾപ്പിച്ചു തരാം. അയാൾ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾ, ഒരു മൗലവിയായാലാണ് വലിയ ഗതികേട്. ഒരു മൗലവിയായ പരലോകത്ത് വല്ലാതെ ഇടങ്ങാറാക്കേണ്ടി വരും. ഇടങ്ങാറാവൂലേ? കാരണം ഈ ജാതിയല്ലേ പരി പറയണത്. കേട്ടോളൂ അയാൾ പറയുന്നത്. മൗലവിയായി നടത്തുന്നതുകൊണ്ട് ഉറപ്പന്നെ ഞങ്ങൾക്കില്ല. ഒന്നുകൂടി വെച്ചോടുക്കും, ഒന്നുകൂടി വെച്ചോടുക്കും. ഒരു മൗലവിയായി നടത്തുന്നതുകൊണ്ട് അത്ര ഇടങ്ങേറ് നിങ്ങൾക്കില്ല. ഓനാണ് ആദ്യം ഇടങ്ങാറാകുക പരലോകത്ത്. കാരണം അതുപോലത്തെ ഇടങ്ങേറ് വേറെ ആൾക്കുണ്ടാവും. ഉറപ്പല്ലേ? ആ ജാതിയല്ലേ പരി പറയുന്നത്. ഇസ്ലാമിനെ കുറിച്ച് വല്ല വിവരം പലിക്കുണ്ടോ? ഓർക്ക് വായിൽ വരുന്നത് കോതക്ക് പാട്ടല്ലേ. ഓന്റെ അത്ര ഇറങ്ങേര് പടസം ടോഫീകായിട്ട് ലോകത്ത് ഒരാൾക്കൂടെ ഉണ്ടാവില്ല. അത് ഞങ്ങൾക്കും അറിയാം. മൗലവിക്ക് മാത്രമല്ല, ഭരണ മൗലവിക്കും അറിയാം. എന്താ കാരണം? ഇവർ പഠിപ്പിക്കണ ഇസ്ലാം അതാണ്. നിങ്ങൾക്കറിയോ, ഞാൻ പറഞ്ഞല്ലോ, ലോകത്തുള്ള അഹ്ലു സുന്ന പ്രസ്ഥാനത്തിന്റെ ആളുകളായ സുന്നികളൊക്കെ മുശ്രിക്കാണ്, കാഫിറാണ് എന്ന് പറയുന്ന മുജാഹിദുകൾ, ആ മുജാഹിദ് മൗലവിമാര് നമ്മളൊക്കെ കാഫിർ മുശ്രിക്കുമാണ്. എന്നിട്ട് മുസ്ലിം ആരാണെന്നറിയോ? ആരാ മുസ്ലിം? മക്കയിലെ മുശ്രിക്കുകളാണത്രേ മുസ്ലിം. അതല്ലേ? മക്കയിലെ മുശ്രിക്കുകൾ, അബൂജഹൽ ഉൾപ്പെടെയുള്ള മുശ്രിക്കുകളെ കുറിച്ച് ഖുർആൻ പറയുന്നത് എന്താ? അവർക്ക് അല്ലാഹുവിൽ വിശ്വാസമില്ല. മുജാഹിദിന്റെ നേതാവ് തൊപ്പി വെച്ച മൗലവിന്റെ സലീം ഹമദാനി മതം മാറിയിട്ട് കൊണ്ടിറക്കിയ പോലെ മുജാഹിദുകൾ
ഇവിടെ തൊപ്പിട്ടിട്ട് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഇയാൾ പറഞ്ഞത് കേട്ടോളൂ. ഇതേതാ തൗഹീദ് നിങ്ങൾ വിലയിരുത്തിക്കോളൂ. ഇയാൾ എന്താ പറയുന്നത് അറിയോ? സുബ്ഹാനല്ലാഹ്, മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ അവരെല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിൽ വിശ്വസിച്ചവരായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ തൗഹീദ്? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? മക്കയിലെ മുശ്രിക്കുകൾക്കൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിൽ വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് കേട്ട് ഏതെങ്കിലും ഒരു ഖുർആൻ ആയത്ത് നിങ്ങൾ ആരെങ്കിലും കണ്ടുക്കണോ? എവിടെയെങ്കിലും കണ്ടുക്കണോ? വല്ല മുജാഹിദും കണ്ടുക്കണോ? ജമാഅത്തുകാർ കണ്ടുക്കണോ? മുജാഹിദിലെ ABCD 4 ഗ്രൂപ്പും കണ്ടിട്ടുണ്ടോ? ഞാൻ ചോദിക്കുകയാണ്. ഇതാ കേട്ടോളെന്ന് അയാൾ പറയുന്നത്. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്ന് പറയുന്ന ഒരു ശക്തി ഉണ്ട് എന്ന് വിശ്വസിക്കലാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ്? നാം ഒന്ന് ആലോചിച്ചു നോക്കാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരായിരുന്നു മക്കയിലെ മുഴുവൻ മുശ്രിക്കുകളും. അവർ മുഴുവനും ലാ ഇലാഹ ഇല്ലല്ലാഹയെ കൊണ്ട് വിശ്വസിക്കുന്നവരായിരുന്നു. അവർ മുഴുവനും ലാ ഇലാഹ ഇല്ലല്ലാഹയെ കൊണ്ട് വിശ്വസിക്കുന്നവരായിരുന്നു. അവർ മുഴുവനും ലാ ഇലാഹ ഇല്ലല്ലാഹയെ കൊണ്ട് വിശ്വസിക്കുന്നവരായിരുന്നു. ഇയാൾ ഒരു വട്ടേ പറഞ്ഞിട്ടുള്ളൂ, ആവർത്തിച്ചത് ഞാനാണ്. നമ്മളുള്ളതുപോലെ പറയണല്ലോ, ജനങ്ങൾ മനസ്സിലായിക്കോട്ടെ എന്ന് കരുതി ആവർത്തിച്ചതാണ്. ഒരു വട്ടം ഇയാൾ പറഞ്ഞിട്ടുള്ളൂ. ഇത് മക്കയിലെ മുശ്രിക്കുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹുവെ കൊണ്ട് വിശ്വസിച്ചവരായിരുന്നു. അതായത് അല്ലാഹു അല്ലാതെ വേറെ ഇലാഹ് ഇല്ലേ ഇല്ല എന്ന കലിമത്തു തൗഹീദ് വിശ്വസിച്ചവരാണത്രേ മുശ്രിക്കുകൾ. നിങ്ങൾ കേട്ടോ ഇത്? സഹോദരന്മാരെ, മക്കയിലെ മുശ്രിക്കുകൾ ഈ വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ ബദർ യുദ്ധം നടത്തണോ? സുബ്ഹാനല്ലാഹ്, ഉഹദ് യുദ്ധം നടക്കണോ? ഖന്തഖും ഹൈബറും ഹുനൈനും നടക്കണോ? ആരംഭ റസൂലിന്റെ സ്വഹാബികൾ ശുഹദാക്കളാവണോ? റസൂലുള്ളാഹിന്റെ മുൻപല്ല് പൊട്ടി മുറിവുണ്ടാവണോ? കാല് പൊട്ടി രക്തം ഒഴുകണോ? സഹോദരന്മാരെ, ഇവരീ പഠിപ്പിക്കുന്ന വിവരമില്ലാത്ത മൗലവിമാര് പഠിപ്പിച്ച ഈ ദുർവ്യാഖ്യാനത്തിൽ അകപ്പെട്ടുപോയ സാധാരണക്കാരായ മുജാഹിദുകളെ, നിങ്ങൾക്ക് പുനർവിചിന്തനം നടത്താൻ സമയമായിരിക്കുന്നു. ഇതൊരിക്കലും ഇസ്ലാമല്ല. സഹോദരന്മാരെ ചിന്തിക്കണം. പരിശുദ്ധ ഖുർആൻ സൂറത്തു സ്വാഫാത്തിലൂടെ പഠിപ്പിക്കുന്നതെന്താ? ഇന്നഹും കാനൂ ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹ്, മക്കയിലെ മുശ്രിക്കുകളോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് പറയപ്പെട്ടു കഴിഞ്ഞാൽ അല്ലാഹു അല്ലാതെ വേറെ ഇലാഹില്ല, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല എന്നവരോട് പറയപ്പെട്ടു കഴിഞ്ഞാൽ യസ്തക്ബിറൂൻ, അവർ അഹന്ത നടിച്ച് തിരിഞ്ഞു കളയുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹുവിൽ വിശ്വസിക്കാൻ അവർ തയ്യാറല്ല. ഖുർആനാണ് പറയുന്നത്. എന്നിട്ടോ മക്കയിലെ മുശ്രിക്കുകൾ പറയുന്നത് എന്താണ്? വയഖൂലൂന, അവർ പറയുന്നു അഇന്നാ ലതാരികൂ ആലിഹതിനാ ലിശാഇൻ മജ്നൂൻ. അല്ല, ഭ്രാന്തരായ കവിയായ ഈ മുഹമ്മദ് പറയുന്നത് കേട്ട് ഞങ്ങളുടെ ബഹുദൈവങ്ങളെ ഞങ്ങൾ ഉപേക്ഷിക്കണമെന്നോ? ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങളുടെ ബഹുദൈവങ്ങളെ ഞങ്ങൾ ഉപേക്ഷിക്കൂല. ആരാ പറയുന്നത്? അള്ളാന്റെ ഖുർആൻ പറയുന്നു. മുശ്രിക്കുകൾ ഇങ്ങനെ പറയുന്നതാണെന്ന് അള്ളാന്റെ ഖുർആൻ പഠിപ്പിക്കുന്നത് അങ്ങനെ. അവർക്ക് അള്ളാഹുവിൽ വിശ്വാസമില്ല. റസൂലുള്ളാഹിനെ കുറിച്ച് ഭ്രാന്തരാണെന്നും കവിയാണെന്നും അവർ ആരോപിക്കുന്നു. മുജാഹിദ് പറയുന്നതോ, മുജാഹിദ് നേതാവ് പറയുന്നതോ, അവരൊക്കെ തന്നെയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിൽ വിശ്വസിച്ചവരായിരുന്നു. നമ്മളെതിരേത് വിശ്വസിക്കണം? പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് വിശ്വസിക്കണോ? അതല്ല വിവരമില്ലാത്ത ഈ മൗലവിമാരി പറഞ്ഞത് വിശ്വസിക്കണോ? മുസ്ലിങ്ങളോടുള്ള ചോദ്യമാണിത്. മുസ്ലിം സമുദായത്തിന്റെ മുമ്പിലുള്ള ചോദ്യചിഹ്നമാണ്. അള്ളാന്റെ ഖുർആൻ പറഞ്ഞത് അംഗീകരിക്കണമോ? അതല്ല വിവരമില്ലാത്ത മൗലവിമാർ. അതാ മക്കയിലെ മുശ്രിക്കുകൾക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു എന്ന് അവർ പറഞ്ഞത് അംഗീകരിക്കണമോ? ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. സഹോദരന്മാർ മനസ്സിലാക്കണം.
ഞാൻ ഈ മക്കീതൊന്ന് കേരളത്തിലേക്ക് വരിക. കേരളത്തിലുള്ള മുജാഹിദുകൾ പറയുന്നത് എന്താ? അതൊന്നുകൂടി കേൾക്കണം. കേരളത്തിലുള്ള മുശ്രിക്കുകൾ കാഫിറുകളെ കുറിച്ച് മുജാഹിദിന്റെ വിശ്വാസം എന്താണെന്ന് നിങ്ങൾക്കറിയോ? എന്നാ പഠിച്ചോളൂ സഹോദരന്മാര്, ചിന്തിക്കണം. നമ്മുടെ നാട്ടിലുള്ള അമുസ്ലിമീങ്ങൾ, ഹിന്ദുക്കൾ, ബാലേട്ടൻ, രാമേട്ടൻ, ബാലനും രാമനും ജോസഫും ഒക്കെ അവരൊക്കെ അമുസ്ലിമാണ് അല്ലേ, ഇസ്ലാമിന്റെ ആളുകളല്ല എന്ന് നമുക്കറിയാം, അവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. സംശയമില്ലാത്ത കേസാണ്. എന്നാ കേരളത്തിലെ മുജാഹിദിന്റെ മൗലവിമാര് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയോ? അതാ നിങ്ങൾ കേൾക്കേണ്ടത്. നമ്മുടെ ബാലനും രാമനും അവരൊക്കെ മുസ്ലിമാകുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ തൗഹീദ്? ഇതൊരു പുതിയ തൗഹീദാണ്. നമ്മുടെ നാട്ടിലെ ബാലേട്ടനും രാമേട്ടനൊക്കെ മുസ്ലിമാകുന്നു. സുബ്ഹാനല്ലാഹ്. നമ്മളോ മുശ്രിക്കും കാഫിറുമാണത്രേ. മഅദല്ലാഹ്. മുജാഹിദിന്റെ വാദം മൗലവി ബാലുശ്ശേരി പറയുന്നത് കേട്ടോളൂ, അയാൾ പറയട്ടെ. കാഫിറൂൻ എന്ന ഖുർആനിലെ 109-ാമത്തെ അധ്യായത്തെ കുറിച്ച് ആലോചിക്കുന്നത് കാഫിർ എന്ന് പറഞ്ഞാല് നമ്മൾ സാധാരണ മനസ്സിലാക്കുന്നത് മീമോ കാഫോ ചെയ്യുന്നത്. മീമോ കാഫോ സത്യത്തിൽ ചോദിക്കുന്നവരായിരിക്കും കാഫ്, മറ്റോ മീമോ ആയിരിക്കും. ഇവിടെ ഹൈന്ദവ സഹോദരങ്ങളെ ക്രിസ്ത്യാനികളൊക്കെയാണ് നമ്മൾ എന്താ പറയാ, കാഫ്, നമ്മൾ മീമ്. നല്ല കേൾക്കണം, ആരാ യഥാർത്ഥത്തിൽ മീമ്? കാഫ്. നമ്മളാണ് കാഫ്, അവരോ മീം. നമ്മളാണ് കാഫ്, അവരോ മീം. അതെന്താ അങ്ങനെ? ഇവിടെ കാഫിർ എന്നൊരാളെ പറയപ്പെടാറിയുന്നത് അയാൾക്ക് സത്യപ്രബോധനം എത്തിയിട്ട് ആ പ്രബോധനത്തെ അയാൾ നിഷേധിക്കണം. അതേ കാഫറാവുള്ളൂ. ഇവിടുത്തെ ബാലേട്ടനോ രാമേട്ടനോ കാഫറാവില്ല. ഇവിടുത്തെ ബാലേട്ടനോ രാമേട്ടനോ കാഫറാവില്ല. അതെന്തുകൊണ്ട്? ഒരു പുതിയ വിവരമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണ്ട, അബദ്ധമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണ്ട, യാഥാർത്ഥ്യം. ആരെ കാഫറാവുള്ളൂ എന്നറിയോ? സത്യതയിൽ പ്രവാചകന്മാരെത്തിച്ചു കൊടുത്ത് അവരുടെ കാതുകളിൽ തൗഹീദ് എത്തിച്ചതിന് ശേഷം അവർ അതിനെ നിഷേധിക്കുമ്പോഴാണ് ഒരാൾ കാഫറായിരിക്കുക. മനസ്സിലായോ? അള്ളല്ലാതെ ആരാധനക്ക് അറിയില്ല എന്ന് ഖുർആനിന്റെ ആയത്ത് കൊണ്ട് ഓതി തെളിയിക്കുക. ഉസ്താദ് വരെ അള്ളല്ലാത്തവരെ ആരാധിക്കുക. എന്നാ മനസ്സിലാക്കണം, ഇതാണ് കാഫ്. ഏത്? ഇതാണ് കാഫ്. ഈ താടിയും തലപ്പാവുള്ള ആളാണ് കാഫ്. താടിയും തലപ്പാവുള്ളവരൊക്കെ കാഫിർ. പിന്നെയോ ബാലനും രാമനും ഒക്കെ മുസ്ലിമുമാകുന്നു. നിങ്ങൾ ചിന്തിക്കണം സഹോദരന്മാരെ, ഇത് ഏതാ തൗഹീദ്? ഏതായത്തിലാ അത് പറഞ്ഞിട്ടുള്ളത്? നമ്മളെ നാട്ടിലുള്ള ബാലേട്ടനും രാമേട്ടനും ഒക്കെ മുസ്ലിമാണ് എന്ന് പറയുന്ന ഈ തൗഹീദ് ഏതാണ്? എന്താണ് ഇയാൾ ഈ പറയുന്നത്? നിങ്ങൾ ചിന്തിച്ചില്ല? ഇയാൾ മുജാഹിദിനോട് പറയുമ്പോ മുജാഹിദുകൾ ഇങ്ങനെ തുറച്ചു നോക്കുകയാണ് ഇയാളെ. പടത്തോനെ എന്തപ്പോ ഞങ്ങൾ ഒരുപാട് തൗഹീദ് കേട്ടിട്ടുണ്ടല്ലോ റബ്ബ്, ഈ തൗഹീദ് ഞങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ. അപ്പൊ എന്താ മൂപ്പര മറുപടി? ഇതൊരു പുതിയ വിവരമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണ്ട, അബദ്ധാണെന്നും മനസ്സിലാക്കണ്ട, ഇത് യാഥാർത്ഥ്യമാണ്. അതായത് ഇതൊരു പുതിയ തൗഹീദ് ഞങ്ങളിപ്പോ തീരുമാനിച്ചു വരില്ലേ. നമ്മുടെ നാട്ടിലെ ബാലേട്ടനും രാമേട്ടനും ഒക്കെ മുസ്ലിമാകുന്നു. ഇത് 2ാം ക്ലാസ്സിൽ മദ്രസയിൽ പോയ കുട്ടികൾക്ക് പറയാൻ കഴിയും. 2ാം ക്ലാസ്സിൽ, ബാക്കി പിന്നല്ലേ. 2ാം ക്ലാസ് മദ്രസയിൽ പോയ ആളുകൾക്ക് പറയാൻ കഴിയോ നമ്മുടെ നാട്ടിലെ ബാലേട്ടനും രാമേട്ടനും ഒക്കെ മുസ്ലിമാകുന്നു, അവരൊന്നും കാഫിറല്ല? പിന്നെയോ നമ്മുടെ നാട്ടിലെ പണ്ഡിതന്മാർ തലപ്പാവും താടിയുമുള്ള ആളുകളൊക്കെ മുശ്രിക്കുമാകുന്നു എന്ന് പറയുന്ന ഈ വാദം ഏതാ വാദം? ഇതേതാ മതം? ഇതേതാ ദീന്? ഇവരെ മതത്തിന്റെ പേരെന്താ? ഇതാ ഞങ്ങൾക്ക് അറിയേണ്ടത്. സഹോദരന്മാരെ, ഇവർ ഇസ്ലാമിന്റെ പേരിലാണല്ലോ ഈ നടക്കുന്നത്. വല്ലാത്ത സങ്കടം. ഇത് ഇയാളുടെ അബദ്ധം പറഞ്ഞതല്ല, ഇത് അബദ്ധമായിട്ട് പറഞ്ഞു പോയതല്ല. മൗലവിമാര് പ്രസംഗിച്ച് ആ പ്രസംഗ സീഡ് ഇപ്പോഴും വിറ്റ് കാശാക്കിക്കൊണ്ടിരിക്കുകയാണ്. കേട്ടോളൂ നിങ്ങൾ. ഇത് മറ്റൊരു സ്റ്റേജിൽ വെച്ച് ഇയാൾ ഇതന്നെ പറയുന്നു. ഈ ആശയം എങ്ങനെ കുറച്ചുകൂടി നന്നാക്കി പറയാം. എന്താ പറയുന്നത്? യഥാർത്ഥ മുസ്ലിം ബാലേട്ടനാകുന്നു. എങ്ങനെയുണ്ട്? യഥാർത്ഥ മുസ്ലിം ബാലേട്ടനാണ്. യഥാർത്ഥ മുസ്ലിക്കും കാഫിറും ആരാ? മുഹീദ്ദീൻ ശിഖയെ രക്ഷിക്കണേ എന്ന് പറയുന്ന മുസ്ലിമുമാകുന്നു. പറയുന്നത് കേട്ടോളൂ. യഥാർത്ഥത്തിൽ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിമ്. മുഹീദ്ദീൻ ശിഖയെ രക്ഷിക്കണേ എന്ന് പറഞ്ഞവനാണ് കാഫിർ. ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിമ്. മുഹീദ്ദീൻ ശിഖയെ രക്ഷിക്കണേ എന്ന് പറഞ്ഞവനാണ് കാഫിർ. കണ്ടോ? അതായത് ദൈവമേ രക്ഷിക്കണേ എന്ന് ബാലേട്ടൻ പറഞ്ഞാൽ ആ പറഞ്ഞ ബാലേട്ടൻ യഥാർത്ഥ മുസ്ലിമാണ്. ഏതാത് തൗഹീദ്? ഏതായത്തിലാ അത് പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾ ചിന്തിക്കണം. മുഹീദ്ദീൻ ശിഖയെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ മുസ്ലിം യഥാർത്ഥ മുശ്രിക്കുമാകുന്നു. ഏത് ഖുർആനിലാ അത് പറഞ്ഞത്? ഏത് ഹദീസിലാ അത് പറഞ്ഞത്? നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ സഹോദരന്മാര്? എന്തൊരു കഥയില്ലാത്ത വർത്തമാനം.
അവരുടെ മൗലവിമാർക്ക് വായിൽ വരുന്നത് കോതക്ക് പാട്ട് എന്ന് പറഞ്ഞതുപോലെയാണ് അവരുടെ മതം. ഇത് ഇസ്ലാമല്ല, ഇത് ഖുർആനിലില്ല, ഇത് ഹദീസ് പറഞ്ഞിട്ടില്ല, പൂർവികർ ആരും പഠിപ്പിച്ചിട്ടില്ല, ഇങ്ങനെ ഒരു ഇസ്ലാം ആരും പറഞ്ഞിട്ടില്ല. നമ്മുടെ നാട്ടിലെ ബാലനും രാമനും, ഒരു ബാലേട്ടൻ പാവം ഒരു പഴയ മനുഷ്യനാ, അയാൾ കാലുമ്പോ ചെരുപ്പും കൂടി അങ്ങനെ പോവുകയാണ്. ആ പോണ പോക്കിൽ മൂപ്പരൊരു വണ്ടി അവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പൊ മൂപ്പർ ഒന്നുകൂടെ റോഡിന്ന് സൈഡായി ഒന്ന് നടന്നു. അപ്പൊ സൈഡായപ്പോ കാലൊന്ന് ആ കല്ലും ഒന്ന് വെച്ചിങ്ങനെ കുത്തിയപ്പോ വേദനയായി. അറിയാതെ മൂപ്പര് പറഞ്ഞു ദൈവമേ രക്ഷിക്കണേ എന്നാൽ പറഞ്ഞുപോയി. അറിയാതെ മൂപ്പരാൾ പറഞ്ഞുപോയി. അപ്പൊ ഒത്തിരി മൂപ്പർ അങ്ങനെ പോയത് മുജാഹിദ് പള്ളിയുടെ മുമ്പിൽ വെച്ചിട്ടാ. മൗലവി ഇത് കേൾക്കുന്നുണ്ട്. മൗലവി പറഞ്ഞു വാലേട്ട വരും, നിങ്ങൾ പള്ളിക്ക് വരും, നിങ്ങൾ മുസ്ലിം വയ്ക്കണം, ഇനി നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. അയ്യോ ഞാൻ മാപ്പിളായിട്ടില്ല, ഞാൻ ഇപ്പോഴും ഹിന്ദു തന്നെയാണ്. അല്ലല്ലോ, നിങ്ങൾ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളിപ്പോ മുജാഹിദ് ആയിപ്പോയി. കാരണം എന്ത്, നിങ്ങൾ ദൈവമേ രക്ഷിക്കണേ എന്നൊരു വാക്ക് പറഞ്ഞുപോയി, അതുകൊണ്ട് നിങ്ങൾ മുസ്ലിം ആകുന്നു. ഏതാത് മതം? എന്താ പല പേരിട്ട് വിളിക്കേണ്ടത്? നിങ്ങൾ പറയും ഇത് ഇസ്ലാമാ. നമ്മുടെ നാട്ടിലെ ബാലനും രാമനും ഒക്കെ മുസ്ലിമാണ് എന്ന് പറയുന്ന ഈ മതം, ഈ സിദ്ധാന്തം എന്താണ് ഞങ്ങൾക്ക് തിരിഞ്ഞില്ല. മുജാഹിദ് പ്രചരിപ്പിക്കുന്ന പ്രവർത്തിക്കുന്ന തൗഹീദ് ഇതാണ്. ഈ തൗഹീദിൽ മുസ്ലിമീങ്ങളെ, ഇത് തൗഹീദല്ല, ഇത് ഖുർആനല്ല, ഇത് സുന്നത്തല്ല, നിങ്ങളാരും ഇതിൽ പെട്ടുപോകരുത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. ഒരാൾ വന്ന് ചോദിക്കാൻ വന്നതല്ലേ, ഒന്ന് മൈക്ക കൊടുക്കി ചോദിക്കട്ടെ. ഇവിടുന്ന് പുത്തംവാദികളെ പറ്റി പറഞ്ഞിരുന്നു. ഞങ്ങള് മുജാഹിദുകൾ പുത്തംവാദികളും ഞങ്ങൾ നബിസ്വല്ലാസിന്റെ കാലത്തുള്ള ശരിയാ. നബിന്റെ കാലത്ത് തന്നെ സാദികളെ കാലത്ത് നബിന്റെ കാലത്തിന് അവിടെ വന്നിട്ടുണ്ട്. കേരളത്തിൽ ദീന് പ്രചരിക്കുന്നതൊക്കെ പറഞ്ഞു പഠിക്കാൻ ചോദിക്കാണ്. അപ്പോ പുത്തം പഴയ നബിന്റെ കാലത്തുള്ളതാണെങ്കിൽ പിന്നെ കുറച്ച് കാലം വിശ്വാസം 4 കോലത്തിലായി, 4 മതേബിന്റെ കോലത്തിലായി. നബിന്റെ കാലത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഖുർആൻ ഹദീസിലെ പഠിപ്പിക്കുള്ളൂ, മതേബ് പഠിപ്പിക്കൂലല്ലോ അവർ. മതേബ് അതിന് ശേഷം കുറെ കഴിഞ്ഞിട്ട് വന്നാണല്ലോ. പിന്നെ നിങ്ങളുടെ വിശ്വാസം ഇങ്ങനെ 4 കോലത്തിലായി ഒന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. നിങ്ങൾ പഴയ ആളുകളും നല്ല പിന്നെ പൂർവികരാണെന്നാണ് പറഞ്ഞത്. ഇങ്ങനെ ക്ലിപ്പിൽ കാണിച്ചിട്ട് ഞങ്ങൾ മുജാഹിദുകൾ അങ്ങനെ ആക്കിയല്ലോ. വളരെ പ്രസക്തമായ ചോദ്യമാണ്. അതായത് ഞങ്ങൾ മുജാഹിദുകൾ പുതിയ ആളുകളാണെന്ന് നിങ്ങൾ പറഞ്ഞു, എന്നാൽ നിങ്ങൾ സുന്നികൾ പൂർവികരാണ്, യഥാർത്ഥ ഇസ്ലാമിന്റെ അഹ്ലുസുന്നയുടെ ആളുകളാണ് എന്നും നിങ്ങൾ പറയുന്നു. എങ്ങനെ, എന്തുകൊണ്ടാണിത് പറയുന്നത്? ഇതുവരെ ഞാൻ വിശദീകരിച്ചത് അതിന്റെയാണ്. മുജാഹിദുകൾ പറയുന്ന ഈ ആശയങ്ങളൊന്നും പൂർവീകർ പഠിപ്പിച്ചതല്ല തന്നെ എന്റെ മറുപടി. പൂർവീകർ പഠിപ്പിച്ച ഇസ്ലാമിക വിശ്വാസ ആചാര കർമ്മങ്ങൾക്ക് വിരുദ്ധമാണത് എന്നാണ് ഞാൻ ഇതുവരെയും പറഞ്ഞത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അഹ്ലുസുന്ന എന്ന് പറയുന്നത് ആരാണ്? ഞാൻ പറഞ്ഞില്ല, ഇബ്നു തൈമിയ്യ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയ സ്രോതസ്സാണല്ലോ. അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണിത്, മജ്മുഅത്തുൽ ഫതാവ. ഇതിൽ അദ്ദേഹം പറയുന്നത് എന്താ? അഹ്ലുസുന്ന എന്ന് പറഞ്ഞാല് ഹും സലഫുൽ ഉമ്മത്തി വ അഇമ്മത്തുഹാ വമൻ തബിഅഹും ബിഇഹ്സാൻ എന്നാണ്. അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ ഈ സമുദായത്തിലുള്ള പൂർവീകരും ഈ സമുദായത്തിലുള്ള ഇമാമുകളും അവരെ പിൻപറ്റി ജീവിക്കുന്നവരും അവരാണ് അഹ്ലുസുന്ന എന്ന് ഞങ്ങൾ പറഞ്ഞതല്ല. മദ്ഹബിന്റെ ഇമാമുകളെക്കാളും വലിയ പണ്ഡിതനാണെന്ന് ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന്റെ ഒരാമുഖം എന്ന പേരിൽ കേന്ദ്രം പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള നേതാവാണ് ഇയാൾ. എന്നല്ല ഇയാളുടെ വാക്ക് ശരിയല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഖുർആൻ ശരിയല്ല, ഖുർആൻ വിശരിക്തമാണ് എന്ന് പറയുന്നതിന് സമാനമാണ് എന്ന മുജാഹിദിന്റെ വിചിന്തനം എഴുതി വെച്ച അത്രക്ക് പ്രാമാണികനാണ് മുജാഹിദുകൾക്ക് ഇയാൾ ഇബ്നു തൈമിയ്യ. ആ ഇബ്നു തൈമിയ്യയാണ് പറയുന്നത് അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ ആരാ? അത് ഹും സലഫുൽ ഉമ്മത്തി വ അഇമ്മത്തുഹാ വമൻ തബിഅഹും ബിഇഹ്സാൻ. ഈ സമുദായത്തിലുള്ള പൂർവീകരും ഈ സമുദായത്തിൽ കഴിഞ്ഞുപോയ ഇമാമുകളും അവരെ പിൻപറ്റി ജീവിക്കുന്നവരും അവരാണ് അഹ്ലുസുന്ന എന്നാ പറയുന്നത്. അതിൽ മുജാഹിദ് പെടൂല എന്ന് ഉറപ്പാണല്ലോ. കാരണം ഒരു ഇമാമികളെ പിൻപറ്റുന്നില്ല, പൂർവീകരെ പിൻപറ്റുന്നില്ല, അവരെ കൈയൊഴിക്കുകയാണ്. ഇത് നമ്മൾ വ്യക്തമായി, ഞാൻ ഇതുവരെ വിശദീകരിച്ചു, വ്യക്തമായി പറഞ്ഞു. അപ്പൊ പിന്നെ മൂപ്പരുടെ ചോദ്യത്തിന്റെ ഒരു പ്രധാന വശന്ത, നിങ്ങൾ തന്നെ 4 വിശ്വാസപരമായിട്ട്, അത് ശരിയല്ല, അത് നിങ്ങളുടെ ധാരണ പിശകാണ്. വിശ്വാസപരമായി 4 മദ്ഹബ് എന്ന് പറഞ്ഞാല് അത് വിശ്വാസപരമായിട്ടുള്ള വ്യത്യാസമല്ല, വിശ്വാസപരമായി ഏക വിശ്വാസമാണുള്ളത്. പിന്നെ മദ്ഹബ് എന്ന് പറയുന്നത് എന്താ? അത് കർമ്മപരമായിട്ടുള്ള നിസ്കാരം, നോമ്പ് പോലത്തെ ഈ കർമ്മപരമായ അമലിയായ വിഷയങ്ങളുണ്ട്. ആ ഇബാദത്തിന്റെ കർമ്മങ്ങൾ ചെയ്തു അത് സംബന്ധമായിട്ടുള്ള വീക്ഷണങ്ങൾ ഏറിപ്പോയാൽ 4 മദ്ഹബാണ് ഉള്ളത്. അത് ഞങ്ങൾ 4 മദ്ഹബ് തന്നെയാണ്, അതിലാർക്കും സംശയമില്ല.
അപ്പൊ ചോദ്യം, എന്നാ അത് പിന്നെ പൂർവികരുടെ കാലത്തുണ്ടോ? ഉണ്ടല്ലോ. കാരണം മദ്ഹബ് ഉണ്ടാകുന്നത് തന്നെ എങ്ങനെയാണ്? നിങ്ങൾ ഓർക്കണം, മദ്ഹബ് ഉത്തമ നൂറ്റാണ്ടിൽ ഉണ്ടായതാ. മദ്ഹബിന്റെ ഇമാമുകളും അവരെ പിൻപറ്റി ജീവിക്കുന്നവരും. ഒന്നാമത്തെ ഇമാം ആരാ? ഇമാമുൽ ആളം അബൂ ഹനീഫ തങ്ങൾ. ജനിച്ചതെന്ന ഹിജറ 80കളിൽ അല്ലെ, വഫാത്തായതെന്ന ഹിജറ 150ൽ. രണ്ടാമത്തെ ഇമാമാരാ? ഇമാം മാലിക് തങ്ങൾ. ഉത്തമ നൂറ്റാണ്ടിൽ, 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചവരല്ലേ. മൂന്നാമത്തെ മദ്ഹബിന്റെ ഇമാമാരാ? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. ജീവിച്ചതെന്ന ഉത്തമ നൂറ്റാണ്ടിൽ ഹിജറ 150ൽ ജനിക്കുന്നു, 204ൽ വഫാത്താകുന്നു. ഹിജറ 3 നൂറ്റാണ്ടിന്റെ ഉള്ളിൽ ജീവിച്ചവരാണ് ഈ മദ്ഹബിന്റെ ഇമാമുകൾ. അവരെ പിൻപറ്റി ജീവിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ എല്ലാവരും. അതുകൊണ്ട് തന്നെ അത് പിന്നീട് സമസ്ത ഉണ്ടായതിനു ശേഷം ഉണ്ടായതല്ല, അതൊക്കെ ഉത്തമ നൂറ്റാണ്ടിൽ തന്നെ ഉണ്ടായതാണ്. ഒന്ന്. മറ്റൊന്ന്, ഈ മദ്ഹബുകളുടെ ഖിലാഫുകൾ, മദ്ഹബിലുള്ള അഭിപ്രായങ്ങൾ, ഒരു മദ്ഹബിൽ അങ്ങനെ, ഒരു മദ്ഹബിൽ ഇങ്ങനെ. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ മദ്ഹബുകൾ 4 ഉണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ വിഷയത്തിലും 4 അഭിപ്രായമുണ്ട് എന്ന് ധരിക്കുന്നത് തെറ്റാണ്. അത് ശരിയല്ല. അങ്ങനെ ഇല്ലേ ഇല്ല. വളരെ അപൂർവമായിട്ട് മാത്രമേ 2 അഭിപ്രായമുള്ളൂ. അത്യപൂർവമായിട്ടേ 3 അഭിപ്രായമുള്ളൂ. വളരെ കുറഞ്ഞ വിഷയത്തിലെ 4 അഭിപ്രായമുള്ളൂ. ഏതോ ആവട്ടെ, ഈ ഒന്നിലധികം അഭിപ്രായം മദ്ഹബുകൾ തമ്മിൽ ഉണ്ടാകുന്നത് എങ്ങനെ? ഇതാണ് ചോദ്യത്തിന്റെ ഏറ്റവും പ്രസക്തമായ കാതലായ വശം. അതിന് മറുപടി പറയുന്നു, ആ മദ്ഹബുകൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്, ഉടലെടുക്കുന്നത് സഹാബാക്കൾക്കിടയിലുള്ള അഭിപ്രായാന്തരമാണ്. സ്വഹാബികൾക്കിടയിൽ ഒന്നിലധികം അഭിപ്രായ വ്യത്യാസമുണ്ട്. അതനുസരിച്ച് സ്വഹാബികളിൽ നിന്ന് ഇസ്ലാം പഠിച്ച താബിഈകളിലും തബഉ താബിഈകളിലും മദ്ഹബിന്റെ ഇമാമുകളിലും വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. അത് വിശ്വാസപരമായ കാര്യങ്ങളിലല്ല, കർമ്മപരമായ കാര്യങ്ങൾ. ഇതാണ് ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ നമ്മൾ പറയാം, നിസ്കരിക്കുമ്പോൾ തക്ബീറത്തുൽ ഇഹ്റാം ചെയ്തതിന് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞതിന് ശേഷം കൈ എവിടെ വെക്കണം? മദ്ഹബിന്റെ ഇമാമുകൾക്കിടയിൽ തർക്കമുണ്ട്. അബൂ ഹനീഫ ഇമാമ് പറഞ്ഞു പൊക്കിളിന്റെ താഴെ വെക്കണം. ഒരഭിപ്രായം. എന്താ പറയാനുള്ള കാരണം? ഹദീസിൽ അങ്ങനെ ഉണ്ട്, ശരി, മൂപ്പർ അങ്ങനെ വെക്കുന്നു. ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ വീക്ഷണം എന്താ? അത് പൊക്കിളിന്റെ മീതിൽ നെഞ്ചിന്റെ താഴെയായിട്ട് വെക്കണം, ഇവിടെ വെക്കണം. ഇതാണ് ഒരു തമ്മിലുള്ള തർക്കം. ഇമാം മാലിക്കിൽ നിന്ന് ഒരഭിപ്രായം എന്താ? അതിങ്ങനെ വെക്കേണ്ട, കൈ ഇങ്ങനെ താഴ്ത്തിട്ടാൽ മതി. എന്താ അതിന് തെളിവ്? എല്ലാത്തിനും സഹാബികളിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന രേഖകൾ തന്നെയാണ് തെളിവ്. അതുകൊണ്ടാണ് നമ്മളെ മദ്ഹബുകൾക്കിടയിലും തർക്കമുണ്ടാകുന്നത്. ഇതൊന്നും വിശ്വാസത്തെ ബാധിക്കുന്ന കാര്യമല്ല. മുജാഹിദുകൾ നമ്മൾ കാഫിറാണ് മുശ്രിക്കാണെന്ന് പറഞ്ഞ മാതിരിയാണോ? അല്ല. അങ്ങനെ കാഫിറും മുശ്രിക്കും പറഞ്ഞ പരിപാടിയെ ഇതിലില്ല. ഇതിന് 3 പേർക്കും 3 മദ്ഹബിന്റെ വീക്ഷണത്തിലും ഇവിടെ എന്തുണ്ട്? അതിന്റേതായ തെളിവുകളുണ്ട്. അതുകൊണ്ട് തന്നെ ബഹുമാന ഇമാം അബ്ദുൽ വഹാബ് ഷഅറാനി തങ്ങൾ തന്റെ അൽ മീസാനുൽ കുബ്ര എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം. ബഹുമാനപ്പെട്ട ഇമാം ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ലാ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്താ? ഈ മദ്ഹബുകൾക്കിടയിലുള്ള തർക്കങ്ങളൊക്കെ അത് സ്വഹാബികൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ്. സ്വഹാബികളാണെങ്കിലോ അവർ വസ്സഹാബത്തു കുല്ലുഹും അലൽ ഹുദാ, സ്വഹാബികൾ മുഴുവനും സന്മാർഗത്തിന്റെ മേലിലാണ്. അതുകൊണ്ട് തന്നെ ആ സന്മാർഗത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെ പിൻപറ്റി നമ്മൾ ജീവിക്കുന്നു. ഈ മദ്ഹബ് സ്വഹാബി അംഗീകരിക്കുന്നു, ഈ വിഷയത്തിൽ ആ മദ്ഹബ് ഈ സ്വഹാബി ഇങ്ങനെ അംഗീകരിക്കുന്നു. അപ്പൊ എന്തിനും നമ്മൾ ചെയ്യുന്ന മദ്ഹബുകൾക്കിടയിലുള്ള അഭിപ്രായാന്തരങ്ങളിൽ ഓരോന്നിനും തെളിവായി സ്വഹാബത്തിനെ തന്നെ കണ്ടെത്താൻ കഴിയും. സ്വഹാബികൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് മദ്ഹബുകൾക്കിടയിലും കാണുന്നത്. അതുകൊണ്ട് തന്നെ അത് നബി പഠിപ്പിച്ച, സ്വഹാബത്ത് പഠിപ്പിച്ച, താബിഈകൾ പഠിപ്പിച്ച ഇസ്ലാമിന്റെ അപ്പുറത്തുള്ള ഒരു സംഗതി അല്ലേ അല്ല. അതുകൊണ്ടാണ് നോക്ക് നിങ്ങൾ, ലോകത്ത് കഴിഞ്ഞു പോയ ഇമാമുകളായ ഇമാമുകളെ ഏതെടുത്ത് പരിശോധിച്ചോളൂ, എല്ലാവരും 4 മദ്ഹബ് സ്വീകരിച്ചവരാണ്. മദ്ഹബിന്റെ ഇമാമുകൾക്ക് ശേഷം ജീവിച്ച ഏത് ഇമാം എടുത്തോളൂ, ഇമാം ബുഖാരി എടുത്തോളൂ, മുസ്ലിം എടുത്തോളൂ, അതുപോലെ അബൂ ദാവൂദ്, തുർമുദി, നസായി, ഇബ്നു മാജ, ബൈഹഖി, ഹാക്കിം, ഏത് ഹദീസ് പണ്ഡിതന്മാരുണ്ടോ അവരൊക്കെ തന്നെയും 4 മദ്ഹബ് സ്വീകരിച്ചവരാ. എന്തിന്? മുജാഹിദുകൾ ആശയ സ്രോതസ്സെന്ന് അവർ പരിചയപ്പെടുത്തിയ ഇബ്നു തൈമിയ, അദ്ദേഹം ഹംബലി മദ്ഹബിന്റെ ഇമാമായ അഹ്മദ് ബിൻ ഹംബലിനെ സ്വീകരിച്ച ഹംബലിയാണ് ഇദ്ദേഹം. അതൊക്കെ പോകട്ടെ, വഹാബി പ്രസ്ഥാനം ഉണ്ടാക്കിയ വ്യക്തി ഇബ്നു അബ്ദുൽ വഹാബാണെന്ന് ഈ പുസ്തകത്തിൽ തന്നെ പറഞ്ഞല്ലോ. ആ ഇബ്നു അബ്ദുൽ വഹാബോ അയാളും ഹംബലി മദ്ഹബുകാരനാണ്. ഞാൻ പറയല്ല. അഷേഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന ഗ്രന്ഥം സൗദിയിൽ നിന്ന് പുറത്തിറക്കിയതാണ്. അതിൽ ഉദ്ധരിക്കുകയാണ്. ഇബ്നു അബ്ദുൽ വഹാബിന്റെ സ്വന്തം ഗ്രന്ഥമുണ്ട്, മുഖ്തസറുൽ ഇൻസാഫ്. ആ ഗ്രന്ഥത്തിൽ നിന്ന് ഉദ്ധരിക്കുന്നു. എന്താ ഇബ്നു അബ്ദുൽ വഹാബ് പറയുന്നു? ഞങ്ങൾ ഫുറൂഇയാത്തിൽ കർമ്മപരമായ വിഷയങ്ങളിൽ അഹ്മദ് ബിൻ ഹംബലിന്റെ മദ്ഹബിന്റെ മേലെയാകുന്നു. അതനുസരിച്ച് ജീവിക്കുന്നവരാണ്.
നോക്കണം നിങ്ങൾ. ഇബ്നു അബ്ദുൽ വഹബ് പറയാണ് വലാ നുൻകിറു അലാ മൻ ഖല്ലദൽ അയിമ്മത്തൽ അർബഅ, 4 ഇമാമുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഇമാമിനെ അംഗീകരിക്കുന്ന പിൻപറ്റുന്ന തഖ്ലീദ് ചെയ്യുന്നവരെ ഞങ്ങൾ എതിർക്കുകയില്ല. ദൂരകൈരിഹിം, 4 മദ്ഹബ് അല്ലാത്തതിനെ അംഗീകരിക്കാൻ പറ്റൂല. ഇത് ഞങ്ങൾ പറയല്ല, ഇബ്നു അബ്ദുൽ വഹബ് പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം വിശദീകരിച്ച് പറയുന്നു ബൽ നുജ്ബിറുഹും അലാ തഖ്ലീദി അഹദിൽ അയിമ്മത്തിൽ അർബഅ, 4 മദ്ഹബിന്റെ ഇമാമുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു മദ്ഹബിനെ അംഗീകരിക്കണം എന്ന് നിർബന്ധിപ്പിക്കുന്നവരാണ് ഞങ്ങള്. ആര്? ഇബ്നു അബ്ദുൽ വഹാബ്, വഹാബി പ്രസ്ഥാനം ഉണ്ടാക്കിയ നേതാവ് പറയുന്നത് അങ്ങനെ. ഇപ്പത്തെ മുജാഹിദ് പറഞ്ഞതോ അംഗീകരിച്ചോ കാഫിറായി പോകും. മഅദല്ലാഹ്. മദ്ഹബിൽ അംഗീകരിച്ചവൻ കുഫ്രിയത്തിലേക്ക് വരെ എത്തുമെന്ന് സൽസബിൽ 974 ഓഗസ്റ്റ് ലക്കത്തിൽ ഉമർ മൗലവി സൽസബിൽ എഴുതി വെക്കുന്നു. അപ്പൊ നേതാവിന് കടത്തി വെട്ടിപ്പോയി അനുയായികൾ. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇബ്നു അബ്ദുൽ വഹാബും പറയുന്നത് ഞങ്ങൾ ഹംബലി മദ്ഹബിന്റെ ആളുകളാണ്. ഹംബലി മദ്ഹബ് ഖുർആനും സുന്നത്തിനും എതിരാണെങ്കിൽ പിന്നെ ഞങ്ങൾ അതിന്റെ ആളുകളാണെന്ന് പറയോ? പറയില്ലല്ലോ. അപ്പൊ തന്നെ മനസ്സിലായി 4 മദ്ഹബുകളും ഖുർആനിന്റെയും സുന്നത്തിന്റെയും ശരിയായ വ്യാഖ്യാനങ്ങളാണ്, ശരിയായ ആശയങ്ങളാണ്. യാതൊരു സംശയവും അതിലില്ല. ഇപ്പൊ വിശദീകരണം പോരാ, എന്തറിയോ? ഇപ്പൊ നമ്മൾ സംശയം തീരുന്നില്ല. നമ്മൾ വിശദീകരിച്ച 4 മദ്ഹബും 4 കോലത്തിലാണുള്ളത്. നമ്മൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പൊ ഞങ്ങള് സുബൈക്ക് കുനൂത്തില്ല, മുജാഹിദീങ്ങളാണ് വിമർശിക്കാറുണ്ട്. നിങ്ങളെ വാടകസ്ഥനെ നിങ്ങൾ എഴുതുന്നു സുബൈക്ക് അനക്കിട്ട് കുനൂത്തില്ല. ഒരു മിസ്ലാസ് എന്ന് പറഞ്ഞത് കൊല്ലു കമാറായിട്ടും ഞാൻ നമസ്കരിച്ച് കണ്ടുപോലെ നമസ്കരിക്കണമെന്നല്ലേ. അപ്പൊ ഹദീസിലേക്ക് മടങ്ങി 2 കാര്യം വിട്ടേച്ച് പോകുന്ന പറഞ്ഞാൽ ഖുർആനും ഹദീസുമാണ്. നിങ്ങൾ മദ്ഹബിലേക്ക് വരിക മദ്ഹബിന്റെ ഇമാമിങ്ങൾ എന്താ പറഞ്ഞത്? ഹദീസ് വഴിയാൽ അതാണ് ഞങ്ങൾ മദ്ഹബ് എന്നാ പറഞ്ഞത്. അങ്ങനെയാണ് അമ്പരി മദ്ഹബിലെ വരെ ഏത് മദ്ഹബായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഖ്ലീദ് ചെയ്യുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹബിക്കുന്നത് ഞങ്ങള് മുസ്ലിംവാദികളും അതിനുശേഷം വന്ന ഏതെങ്കിലും ഒരു മദ്ഹബ് പിൻപറ്റുന്ന നിങ്ങൾ നല്ല ഖുർആന്റെ ആളുകളും. എന്താ ഇതിന് വ്യക്തമാക്കണ്ടേ? എന്താ 4 കോലത്തിൽ നമസ്കരിക്കുന്നുണ്ടാ? 4 കൊല്ലം ഞാൻ പറഞ്ഞുതരാം. 4 കോലത്തിൽ നിങ്ങൾ പറഞ്ഞില്ലാന്ന്. ഞങ്ങൾ വിമർശിക്കുന്ന കാര്യത്തിൽ മദ്ഹബിന്റെ ഇമാമുകൾ ചെയ്തും പറഞ്ഞുതരാം. വെറുതെ മുജാഹിദുകൾ ഉത്തമമായി ആളെ സൂചിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും പറഞ്ഞു പോയാലാ ഇപ്പോൾ കഷ്ടം ക്ലിപ്പിംഗ് വെച്ച ആളെ തിരിപ്പിക്കാനല്ല, സത്യം പറഞ്ഞ് മനസ്സിലാക്കിങ്ങൾ, സത്യം മാത്രം പറയാം. അതാണ് മുസ്ലിങ്ങൾക്ക് ഈ കർണാടക നാളെ മത്സരം പറയേണ്ട ഉത്തരം പറയാൻ ഞാൻ റെഡിയല്ലേ മാസ്റ്റർ? ഞാൻ ഉണ്ടാവും ഇവിടെ, ഞാൻ ഉറപ്പാണ്. ഈ പറഞ്ഞതൊക്കെ തെളിയിക്കാൻ മാസ്റ്റർ ഞാൻ ഉണ്ടാവും. ഞങ്ങൾ മരിച്ചു പോകുന്ന നിങ്ങളെ ആവശ്യം നിങ്ങൾ ചോദിക്കല്ല, നിങ്ങൾ ആവശ്യമില്ലാത്തതൊക്കെ പറയണം. ചോദിച്ചാൽ മതി. കാണിക്കും, ഞങ്ങൾ ഇനിയും കാണിക്കും, ഒരുപാട് കാണിക്കണ്ടേ. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കള്ളത്തരങ്ങളുടെ നാളപ്പടക്കം ഞാനിവിടെ പൊട്ടിക്കും. തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ കാണിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. നിങ്ങൾക്ക് വിഷമുണ്ടാവും എനിക്കറിയാം. നിങ്ങൾക്കല്ല, മുജാഹിദുകൾക്ക് മുഴുവനും വിഷമുണ്ടാവും ഞങ്ങൾക്കറിയാം. കള്ളത്തരങ്ങളാണ് ഞങ്ങൾ കാണിക്കുന്നത്. നിങ്ങൾ ചോദ്യത്തിന് മറുപടി ഞാൻ പറയാം. നമ്മൾ ആവശ്യമില്ലാത്ത പറയണ്ട, ചോദ്യത്തിന് മറുപടി പറയാം. മൗലിദിനെ പറ്റിയ കേസറ്റ് ഞാൻ കണ്ടതാ. ജയല മുഹമ്മദ് മൗലിദ് കെട്ട് കഥയാണ് നിങ്ങൾ പറഞ്ഞ കേസറ്റ്. ജയല മുഹമ്മദ് മൗലിദ് കെട്ട് കഥയാണ് നിങ്ങൾ പറഞ്ഞ കേസറ്റ്. അങ്ങനത്തെ ഒരു കേസറ്റ് ഉണ്ടാക്കണ്ട, ഉണ്ടാവില്ല. വല്ലാഹി ജയല മുഹമ്മദ് മൗലിദ് കെട്ട് കഥയാണ് അലവി സഖാഫി പറഞ്ഞ ഒരു കേസറ്റ് നിങ്ങൾ തെളിയിച്ചു വന്നാൽ ഞാൻ നാളെ നിങ്ങളെ പിന്നാലെ പോരും. അതാണ് നുണ പറയരുത്. മൗലവിമാര് മുഖത്ത് നോക്കി നുണ പറഞ്ഞാലുണ്ടല്ലോ നടക്കൂല. മുജാഹിദുകൾ അനുയായികളെ മുമ്പിലേ നടക്കുള്ളൂ, നുണ ഞങ്ങളെ മുമ്പിൽ നടക്കൂല. അതൊക്കെ വേറെ അവിടെ പോയി പറയേണ്ടി വരും. തൊള്ളറുണ്ടോ? തൊള്ളറുണ്ട് വരും. തൊള്ളടാ നടക്കുമോ? നിങ്ങളെ അതോടെ ഇപ്പൊ ജാല മുഹമ്മദ് കെട്ടി നമ്മൾ ഓരോന്നോരോ തീരുമാനിക്കാം. ജാല മുഹമ്മദ് നമുക്ക് തീരുമാനിക്കാം, ജാല മുഹമ്മദ് തീരുമാനിക്കാം. നമ്മൾ ആദ്യം ഇപ്പൊ മദ്ഹബൊന്നും പറയാം, മദ്ഹബ് തീരുമാനാക്കാം. ജാല മുഹമ്മദ് പറയാം. നിങ്ങൾ ജാല മുഹമ്മദ് മൗലിദിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്ത്? ജാല മുഹമ്മദ് മൗലിദ് കെട്ടുകഥയാണ് എന്ന് അലവി സഖാഫി പറഞ്ഞത് കാസറ്റ് നിങ്ങളെ കൈവശമുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞ ഒരു നുണ പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ ഓഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. എന്താ റെക്കോർഡ് ചെയ്തത്? ജാല മുഹമ്മദ് മൗലിദ് കെട്ടുകഥയാണ് എന്ന് അലവി സഖാഫി പറഞ്ഞ പ്രഭാഷണ CD എന്റെ കൈവശമുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞത് ഇവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വീഡിയോ ഓഡിയോ റെക്കോർഡിംഗ് ഉണ്ട്. ജാല മുഹമ്മദ് മൗലിദ് കെട്ട് കഥയാണ് നിങ്ങൾ പറഞ്ഞ കേസറ്റ്. നിങ്ങളെ കൊണ്ട് ഞാനത് തെളിയിക്കും. ഞാൻ ഇൻഷാ അല്ലാഹ്. ഇരിക്കട്ടെ, ചോദ്യത്തിന് മറുപടി പറയട്ടെ. എന്നിട്ട് ഞാൻ രണ്ടാമത് തെളിയിക്കാൻ പോവാണ്. ചോദ്യത്തിന് മറുപടി പറയട്ടെ. മറുപടി ഞാൻ പറയുന്നു. എന്താ മറുപടി? മദ്ഹബിന്റെ ഇമാമുകൾ അതൊക്കെ നിങ്ങളാ നുണ പറഞ്ഞ് രക്ഷപ്പെടുന്ന ഇവിടെ നടക്കൂല. അതാണ് നിങ്ങളെ രോമത്തിന് പോറലേൽക്കൂല കേട്ടോ. ഇത് നിങ്ങൾ ബേജാറാകണ്ട. രോമത്തിന് പോറലേൽക്കൂല. അത് ഞങ്ങൾ പറഞ്ഞു കൊടുത്തന്നെ എപ്പോഴും ഉണ്ട്. പക്ഷെ നുണ പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയില്ല, തെളിയിക്കേണ്ടി വരും. ഒന്ന് ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാല് മദ്ഹബിന്റെ ഇമാമുകൾക്കിടയിൽ
നിങ്ങൾ ശ്രദ്ധിക്കണം, എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണം. അതൊക്കെ അങ്ങനെ തന്നെ മുജാഹിദുകൾക്ക് തോന്നും. ഓല് ചോദിക്കണം ചോദ്യം വലിയ അറച്ചും മുട്ടണതാണ് തോന്നുകയാണ്. അതുകൊണ്ടാണ് ആ ബേജാറിൽ ആ സാധു കുടുങ്ങിയതാണ്. അതിന് ബേജാറാകണ്ട, ആരും ബേജാറാകണ്ട. അതൊക്കെ നമുക്ക് സർവ്വസാധാരണ. മുഖാമുഖപ്പോ 400 പിന്നിട്ടു, ഫലില്ലാഹിൽ ഹംദ്, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഇതൊക്കെ ഞങ്ങൾ കുറെ കേട്ടതല്ലേ, അതിനൊന്നും ഒരു പ്രശ്നമില്ല. ഞാൻ മറുപടി പറയുന്നു, എന്നിട്ട് അയാളാ പറഞ്ഞോണം അയാൾ തെളിയിക്കും. എന്താണ് ഇയാൾ പറഞ്ഞത്? ഇപ്പൊ എന്താ? ഖുർആനും സുന്നത്തും അംഗീകരിക്കുന്നവരാണ് ഞങ്ങള്, അല്ലാന്നാ ഞങ്ങൾ പറഞ്ഞത്. ഖുർആനും സുന്നത്തും അംഗീകരിക്കുന്നവരാണ് മുജാഹിദ് എന്ന് പറഞ്ഞാൽ തൊള്ളോണ്ട് ഇങ്ങനെ പറയാ. ഇതല്ലാതെ ഇത് പറഞ്ഞിട്ട് തെളിയിക്കാൻ കഴിയണ്ടേ? നമ്മുടെ നാട്ടിലെ ബാലനും രാമനും മുസ്ലിമാണ് എന്ന് പറയുന്നത് ഏത് ഖുർആനിലുള്ളതാ? ഏത് സുന്നത്തിലുള്ളതാ? ഏത് ആയത്തിൽ ഇജ്മായിലുള്ളതാ? ഏത് ഖിയാസിലുള്ളതാ? ഞങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. ആയിരക്കണക്കായ സ്റ്റേജുകളിൽ ഞങ്ങൾ ചോദിക്കാൻ തുടങ്ങി. തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. മുജാഹിദ് പറയാം അതിന്റെ അപ്പുറപ്പുറങ്ങൾ കട്ടതാണ്. എന്നാ മുഴുവൻ നിങ്ങൾ പറയും, എന്നിട്ട് അതിൽ പറയട്ടെ ബാലനും രാമനും മുസ്ലിമാണ് എന്നല്ല, അവർ കാപ്പുരാളിൽ തന്നെയാണ് ആ സീഡിയിൽ പറഞ്ഞത്. തെളിയിക്കട്ടെ. തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നോണ പറയാം ഇത് അപ്പുറപ്പുറം, ഇത് അപ്പുറപ്പുറം. അതിന്റെ അപ്പുറപ്പുറമൊക്കെ നോക്കിയിട്ടല്ലേ ഞങ്ങൾ തെറ്റിക്കുന്നത്. അല്ലാതെ ഞങ്ങൾ ആവശ്യത്തിന് മുജാഹിദ് ചെയ്യുന്ന മാതിരി കത്തിരിക്ക വെച്ചതല്ല. തെളിയിക്കാൻ കഴിഞ്ഞില്ല. ഇത് ഖുർആനിലുള്ളതല്ല. ബാലനും രാമനും മുസ്ലിമാകുന്നു എന്ന് പറയുന്ന ഈ വിശ്വാസം ഖുർആനിലുണ്ടോ? ആയത്തിലുണ്ടോ? ആയത്തിന്റെ നമ്പറൊന്നും കിട്ടിയാൽ തെറ്റില്ല. ഹദീസിലുണ്ടോ? ഇല്ല. മക്കയിലെ മുശ്രിക്കുകളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാകുന്നു എന്ന് പറയുന്ന ആയത്ത് ഖുർആനിലുണ്ടോ? ഒന്ന് കിട്ടിയാൽ തെറ്റില്ല ഞങ്ങൾക്ക്. എന്നിട്ടാ പറയും ഞങ്ങൾ നബി സഹാബത്തിനെ അംഗീകരിക്കുന്നവരാണ്. ആ പൂതി മനസ്സിലവിടെ വെച്ചണി. അത് നബി തങ്ങൾ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, ഹദീസിൽ അങ്ങനെ ഇല്ല, ആയത്തിൽ അങ്ങനെ ഇല്ല, എവിടെയുമില്ല. മുജാഹിദുകൾ പോക്കറ്റിൽ നിന്ന് എടുത്തതാകുന്നു. പിന്നെ അയാൾ ചോദിച്ച ഒരു കാര്യം എന്താ? ഖുനൂത്തിനെ കുറിച്ച് പറയുന്നു. ഖുനൂത്ത് 2 രൂപത്തിൽ ഉദ്ധരിക്കപ്പെടുന്നു. ഞാൻ ചോദിക്കട്ടെ, ആ 2 രൂപത്തിൽ ഉദ്ധരിക്കപ്പെടുന്ന കാരണത്തിനാൽ അത് മദ്ഹബ് എങ്ങനെ ശരിയാണെന്ന് പറയാം? എങ്ങനെ നിങ്ങളെ നേതാവ് പറഞ്ഞു? ഞങ്ങളും ചോദിക്കുന്നത് അതന്നെ. നേതാവ് ഇബ്നു അബ്ദുൽ വഹാബാണല്ലോ. ഇബ്നു അബ്ദുൽ വഹാബ് പറയുന്നു ഞങ്ങള് 4 മദ്ഹബ് അംഗീകരിക്കൽ നിർബന്ധമാണെന്ന് അനുയായികളോട് പറയുന്നു. എന്തേ ഇബ്നു അബ്ദുൽ വഹാബ് പറഞ്ഞപ്പോ ഇയാൾക്ക് ഇത് കഥ ഉണ്ടായതിനെ? പടച്ചോനെ ഖുനൂത്ത് 2 സൈസാണല്ലോ എന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പൊ ഉണ്ട്. ഖുനൂത്ത് മാത്രല്ല, ഏത് വിഷയങ്ങളുണ്ടോ മദ്ഹബിന്റെ മദ്ഹബുകൾക്കിടയിൽ തർക്കമുള്ള വിഷയങ്ങൾ ഏതെടുത്ത് പരിശോധിച്ചോളൂ. ഏതെടുത്ത് പരിശോധിച്ചാലും അവർക്കൊക്കെ അതിന് തെളിവുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഖുനൂത്ത് ഓതി നിസ്കരിച്ച സംഭവമുണ്ട്. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസ്, അള്ളാന്റെ റസൂലിന്റെ ഖാദിമാണ്, 10 വർഷത്തെ ഖാദിമാണ്. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് കാണാൻ കഴിയുന്നു. ഇമാം ശാഫി റളിയല്ലാഹു അൻഹു തന്റെ വിശ്വപ്രസിദ്ധമായ ഇഖ്തിലാഫുൽ ഹദീസ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചു. എന്താ? അതിന്റെ 237-ാമത്തെ പേജിൽ രേഖപ്പെടുത്തി വെച്ചു. അള്ളാന്റെ റസൂല് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചപ്പോ ലാ യസാലു യഖ്നുതു ഫീ സ്വലാത്തിൽ ഫജ്രി ഹത്താ ഫാറഖത് ദുനിയാ. ഷാഫി ഇമാമിന്റെ സ്വന്തം കിതാബാണിത്. നിങ്ങൾ റസൂലിന്റെ ആൾക്കാരെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. അപ്പൊ ഷാഫി ഇമാം പറഞ്ഞത് റസൂൽ എതിരിൽ പറഞ്ഞതോ? റസൂൽ പറയാത്ത കാര്യം പറഞ്ഞതോ? റസൂൽ പറഞ്ഞതിനെതിരായ ഷാഫി ഇമാം പറഞ്ഞത്? ഷാഫി ഇമാമിന്റെ സ്വന്തം കിതാബിൽ ഷാഫി ഇമാം പറയുക ഒരു തോതൽ സുന്നത്താകുന്നു. എന്നിട്ട് ഇവര് പറയുക ഞങ്ങൾ റസൂലിന്റെ സുന്നത്തിന്റെ ആൾക്കാരാണ്, റസൂലിനെ പിൻപറ്റുന്നവരാണ്, അതുകൊണ്ട് ഖുനൂത്ത് സുന്നത്തില്ല. എങ്ങനെ ഇത് സുന്നത്തില്ലാതാവുന്നത്? ഞങ്ങൾക്കറിയുന്നില്ല. എന്നാ മുജാഹിദുകൾ ഇപ്പൊ സുന്നത്തില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മുജാഹിദുകളുടെ പഴയകാല പ്രസിദ്ധീകരണമാണ് എന്റെ കയ്യിൽ. കിതാബുൻ അവ്വലു ഫിൽ അമലിയാത്ത് 1972 മുജാഹിദുകൾ പാഠപുസ്തകങ്ങളിലേക്ക് വേണ്ടി ഉണ്ടാക്കിയ പുസ്തകമാണ്. അതിൽ പറയുന്നത് ഇ.കെ. മൗലവി, MCC മൗലവി അവരെല്ലാവരും കൂടി എഴുതി തയ്യാറാക്കിയ പുസ്തകം. അതിൽ പറയുന്നു എന്താ? സുബ്ഹിന്റെ അവസാനത്തെ ഇഴ്തിദാലിലും മുസ്ലിമീങ്ങൾക്ക് വല്ല ആപത്തും സംഭവിച്ചാലും 5 വക്ത് നിസ്കാരത്തിന്റെയും അവസാനത്തെ ഇഴ്തിദാലിലും ഖുനൂത്ത് സുന്നത്തുണ്ട്. അപ്പൊ നാസിലത്തിന്റെ ഖുനൂത്ത് തന്നെ വലിയ വിപത്തുകളും വരുമ്പോ എല്ലാ 5 വക്ത് നിസ്കാരത്തിലും ഖുനൂത്ത് ഓതണം. പിന്നെ അതല്ലാത്തപ്പോ സുബ്ഹിന്റെ അവസാനത്തെ ഇഴ്തിദാലിലും ഖുനൂത്ത് സുന്നത്തുണ്ട്. എന്നിട്ട് പറയുന്നുണ്ടോ ഖുനൂത്തിന്റെ ഉത്തമമായ സീഗ ഇതാണ്: അല്ലാഹുമ്മ ഇഹ്ദിനി ഫീമൻ ഹദൈത് വഅഫിനി ഫീമൻ ആഫൈത് വതവല്ലനി ഫീമൻ തവല്ലൈത്. ആരാ എഴുതി വെക്കുന്നത്? മുജാഹിദുകൾ മദ്രസയിലേക്ക് തയ്യാർ ചെയ്തിട്ടുള്ള പാഠപുസ്തകത്തിൽ 1972 പേജ് 18
EK മൗലവി, TK മൗലവി, MCC മൗലവിമാർ, അന്നൊക്കെ മുജാഹിദിന് ഇത് സുന്നത്തായിരുന്നു. പിന്നെ എന്നേത് ഇത് സുന്നത്തില്ല, ഇത് ബിദ്അത്താണ്, അനാചാരാണ്, നരകത്തിലേക്ക് പോകുന്നതാണ് എന്ന് പറഞ്ഞിട്ട് മുജാഹിദ് ആഫീസിലേക്ക് ജിബ്രീൽ പിന്നെ എന്നാ വന്നത് എന്ന് ഞങ്ങൾക്കറിയണം. അന്നൊക്കെ ഇത് സുന്നത്ത്, അന്നൊക്കെ അവരുടെ നേതാക്കൾ എഴുതി വെച്ച പുണ്യകർമ്മം. പിന്നെ അനുയായികൾക്ക് യോഗം കൂടി തീരുമാനിച്ചത് ബിദ്അത്താകുന്നു. എവിടുന്ന് കിട്ടിക്കത്? 972 വരെ സുന്നത്ത്, 72 ശേഷം ബിദ്അത്തോ? മുജാഹിദ് ആഫീസിലേക്ക് ജിബ്രീൽ ഇറങ്ങിയോ? അപ്പൊ നിങ്ങൾ ആ സുന്നത്തിന്റെ വർത്താനൊന്നും പറയണ്ട. ഞങ്ങളെ ഇമാമുകൾ, മദ്ഹബിന്റെ ഇമാമുകൾ എഴുതി വെച്ചതേതോ അതൊക്കെ രേഖയുടെ അടിസ്ഥാനത്തിലാണ്. അവർ രേഖയുടെ അടിസ്ഥാനത്തിലാണ്. മദ്ഹബിന്റെ ഇമാമുകൾക്കിടയിൽ ഖുനൂത്ത് സുന്നത്താണ് എന്ന കാര്യത്തിൽ തർക്കമേ ഇല്ല. തർക്കമേ അവർക്കില്ല. തർക്കമുള്ളത് എപ്പോഴാ ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിലാ തർക്കം. ചിലവർ പറയുന്നു റുക്കുവിന്റെ മുമ്പ്, ചില ഇമാമുകൾ പറയുന്നു റുക്കുവിന്റെ ശേഷം. ഹനഫികൾ പറയുന്നത് അങ്ങനെയാണ്, റുക്കുവിന്റെ മുമ്പാണ് ഖുനൂത്ത് ഓതേണ്ടത്, റുക്കുവിന്റെ ശേഷമല്ല, അതായത് ഇഴ്തിദാരിലല്ല. അങ്ങനെയാണ്. ചില ഇമാമുകൾ പറയുന്നു സുബഹിക്കാണ് ഓതേണ്ടത്, വേറെ ചിലവർ സുബഹിക്കല്ല, അത് വിത്രിലാണ്. അപ്പൊ ഖുനൂത്ത് ഓതണം സുന്നത്താണെന്നുള്ള കാര്യം തർക്കമേ ഇല്ല. മുജാഹിദുകൾക്ക് ഇപ്പോഴും ഖുനൂത്തിന്റെ കാര്യം തീരുമാനിക്കണോ? ഇസ്ലാഹിലൂടെയും ഷബാബിലൂടെയും എഴുതിയല്ലേ, പൊടിപാറി എഴുത്ത്. എന്ത് ഖുനൂത്ത് സുന്നത്താണ്, ഖുനൂത്ത് സുന്നത്തില്ല, വിത്രുൽ ഖുനൂത്ത് ഓതണ്ട. അപ്പോഴും അവർക്ക് തീരുമാനമായിട്ടില്ല. ഇപ്പോഴും ലേഖന ഖണ്ഡന മണ്ഡലം നടക്കുക, ഇത് സുന്നത്തുണ്ടോ ഇല്ലേ എന്ന് പറഞ്ഞു. എന്താണിത് കേൾക്കാം? മുസ്ലിം സമുദായത്തിന്റെ പേരിൽ ഖുർആന്റെ സുന്നത്തിന്റെ ആളുകളെ ഗണ്ണിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ ചോദ്യകർത്താവ്? അപ്പൊ ഞാൻ പറയുന്നത്, ഞങ്ങളെ ഇമാമികളൊക്കെ പറഞ്ഞ് തീരുമാനാക്കിയതാ. മുജാഹിദുകൾക്ക് ഇപ്പോഴും തീരുമാനമായിട്ടില്ല. ഇത് സുന്നത്തുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം തീരുമാനമായിട്ടില്ല. വിത്തിലുള്ള ഖുനൂത്ത് അത് സുന്നത്തുണ്ടോ ഇല്ലേ? പൊടിപ്പാരെ ലേഖന എഴുത്തല്ലേ ഇപ്പൊ നടക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തിലെ ആളുകൾക്ക് അതറിയാം. അവർക്ക് ഇപ്പോഴും തീരുമാനമായിട്ടില്ല. നമ്മളെ ഇമാമികൾ എല്ലാവരും ഖുനൂത്ത് സുന്നത്താണ്, അതിന് തർക്കമില്ല. സമയത്തിന്റെ കാര്യം ഈശ്വരാലിന്റെ മുമ്പോ ശേഷോ, അതുപോലെ സുബഹിയിലോ വിത്തിരിലോ, ഇത്രയേ ഉള്ളൂ. അത് ഓതിയില്ല. അതുകൊണ്ട് ഒരാൾ നരകത്ത് പോകുന്നോ, മുശ്രിക്കാണെന്നോ കാഫിറാണെന്നോ ആരും പറഞ്ഞിട്ടില്ല. മുജാഹിദുകൾ വാദിക്കുന്ന അവരുടെ തർക്കം പോലെ അല്ല സുന്നികൾക്കിടയിലുള്ള മദ്ഹബിന്റെ തർക്കം. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. മുജാഹിദ് സുന്നികളെ കുറിച്ച് പറയുന്നത് എന്താ? നമ്മൾ മുശ്രിക്കുകളാകുന്നു, കാഫിറുകളാകുന്നു, ഇസ്ലാം എന്ന് പുറത്തു പോയവരാകുന്നു. ഇതാ മുജാഹിദ് പറഞ്ഞത്. അതേസത്തിൽ മദ്ഹബിന്റെ ഇമാമുകൾ ആരും അങ്ങനെ പറയുന്നില്ല. അവർ എല്ലാവരും സത്യത്തിന്റെ പേരിലാകുന്നു, എല്ലാവർക്കും തെളിവുണ്ട്. ഇതൊക്കെ ശാഖാപരമായ കാര്യങ്ങളിലാണ്. മുജാഹിദും സുന്നിയും തർക്കുന്നതോ അത് മദ്ഹബിന്റെ ഇമാമുകൾക്കിടയിലുള്ള തർക്കം പോലെയാണ് എന്നാരും തെറ്റിദ്ധരിക്കണ്ട. അത് അടിസ്ഥാനപരമായ വിഷയമാണ്. നമ്മൾ മുസ്ലിമാണോ കാഫിറാണോ, മുശ്രിക്കാണോ മുസ്ലിമാണോ, ഇതാ തർക്കം. മുജാഹിദ് പറയുന്നു സുന്നികളായ നമ്മളൊക്കെ കാഫിറുകളാണ്, മുശ്രിക്കുകളാണ്. ഇതാ നമ്മളും അവരും തമ്മിലുള്ള തർക്കം. അതുകൊണ്ട് അത് രണ്ടും ഒരുപോലെയാണ് എന്ന് ആരും വിധി എഴുതേണ്ടതില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ നിങ്ങൾ ചോദ്യം ചോദിച്ചാൽ മതി. പ്രസംഗിക്കുകയാണെങ്കിൽ ഞാനും പ്രസംഗിക്കേണ്ടി വരും. അപ്പൊ ഇങ്ങനെ നീണ്ടുപോകും. അപ്പോഴാണ് ഈ ശബ്ദം ഉയരുക. അത് പിന്നെ നിങ്ങൾക്ക് അലോസരമാകുകയാണ്. ജനങ്ങൾ ഒച്ചുണ്ടാക്കി എന്ന് പറയും. അപ്പൊ അതിന് നിൽക്കേണ്ട ചോദിക്കുക, മറുപടി പറയുക. നമുക്ക് അതിനുള്ള സമയം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താം. അതാണ് നല്ലത്. ഇടയ്ക്കിടയ്ക്ക് ഒരു മിനിറ്റ്. ഇപ്പൊ ഞങ്ങൾ ചോദിച്ചിട്ട് ഞാൻ ഉത്തരം പറഞ്ഞു. ഇത് നിങ്ങൾ പറഞ്ഞൊരു ആരോപണമുണ്ട്. അതായത് ജാല മുഹമ്മദ് മൗലിദ് കെട്ടുകഥയാണ് എന്ന് അലവി സക്കാഫി പറഞ്ഞു എന്ന് നിങ്ങൾ ഇപ്പൊ ഇവിടെ പറഞ്ഞതാണ്. എല്ലാവരും കേട്ടതാണ്. ഇത് ഓഡിയോ വീഡിയോ റെക്കോർഡ് ചെയ്തു. ജാല മുഹമ്മദ് മൗലിദ് കെട്ടുകഥയാണ് നിങ്ങൾ പറഞ്ഞ കേസറ്റ്. അത് അലവി സക്കാഫി എവിടെയാണ് ജാല മുഹമ്മദ് മൗലിദ് കെട്ടുകഥയാണ് എന്ന് പറഞ്ഞത്? എവിടെയാണ് നിങ്ങൾ തെളിയിച്ചിട്ടേ ഇനി അടുത്ത ചോദ്യം ചോദിക്കാവൂ. മറുപടി അല്ല വേണ്ടത്. അത് എവിടെ അലവി സക്കാഫി പറഞ്ഞു? എവിടെയാണ് അങ്ങനെ ജാല മുഹമ്മദ് മൗലിദ് കെട്ടുകഥയാണ് എന്ന് ശ്രദ്ധിക്കണം. കെട്ടുകഥയാണ് എന്ന് അലവി സക്കാഫി എവിടെയാണ്, ഏത് പ്രസംഗത്തിലാണ്, എവിടെ പ്രസംഗിച്ചപ്പോഴാണ് പറഞ്ഞത്? ആ സീഡി എവിടെയാണുള്ളത്? അതൊന്ന് പറഞ്ഞാൽ. ചോദ്യം ഫുള്ള് കേൾക്കുന്നതിന് ചോദിച്ചത് ഇവിടെ പറഞ്ഞാണ്. ജാല മുഹമ്മദ് മൗലിദിൽ കെട്ടുകഥകളുണ്ട്. അപ്പൊ കെട്ടുകഥ ഉണ്ട്. നേരത്തെ പറഞ്ഞ നുണയല്ലപ്പോ പറഞ്ഞത്. നേരത്തെ നിങ്ങൾ പറഞ്ഞത് ജാല മുഹമ്മദ് മൗലിദ് കെട്ടുകഥയാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പൊ പറഞ്ഞത് എന്താ? ഇപ്പൊ ജാല മുഹമ്മദ് മൗലിദിൽ കെട്ടുകഥയുണ്ട്. കണ്ടോ നുണ? കണ്ടോ നുണ പോലെ പോക്കി? കണ്ടോ? നുണ പറയരുത് നിങ്ങൾ. നുണയാണ് നിങ്ങൾ പറയുന്നത്. നുണ പറയരുത്. ഇവിടെ റെക്കോർഡ് ചെയ്തതാ. ജാല മുഹമ്മദ് മൗലിദ് കെട്ടുകഥയാകുന്നു എന്ന് അലവി സക്കാഫി പറഞ്ഞത് ഞാൻ തെളിയിക്കുന്ന അങ്ങനെ പറഞ്ഞത്. ജാല മുഹമ്മദ് മൗലിദ് കെട്ടുകഥയാണ് നിങ്ങൾ പറഞ്ഞ കേസറ്റ്. ഇപ്പൊ പറഞ്ഞത് എന്താ? ജാല മുഹമ്മദ് മൗലിദിൽ കെട്ടുകഥയുണ്ട്. അത് രണ്ടും രണ്ടാണ്. നിങ്ങൾ ഓർക്കണം. നുണ പറയരുത് നിങ്ങൾ. അപ്പൊ ഞങ്ങൾ ആദ്യം പറഞ്ഞത് നുണയാണെന്ന് സമ്മതിക്കണം. അല്ലാതെ വിടൂല. നിങ്ങൾ ഇങ്ങനെ നുണ പറയാ. നിങ്ങൾക്ക് എന്നത് നിങ്ങൾ ഉറപ്പ് സമ്മതിച്ച നീ പറഞ്ഞോളൂ. അടുത്ത ചോദിച്ചോ. അല്ല നുണ പറയും രക്ഷപ്പെടാൻ കഴിയില്ല.
ഇപ്പൊ പറഞ്ഞത് നോണാണ്. അത് അലവി സക്കാഫി പറഞ്ഞത് ജാല മുഹമ്മദ് മൗലിദ് കെട്ടുകഥയാണ് എന്ന് അലവി സക്കാഫി പറഞ്ഞു എന്നാണ് നിങ്ങൾ ആദ്യം പറഞ്ഞത്. അത് നിങ്ങൾ നോണയാണെന്ന് അംഗീകരിച്ചാൽ ഇനി അടുത്ത് ചോദിച്ചോളി, ഒരു കുഴപ്പമില്ല. എത്രയൊക്കെ ചോദിക്കാം, ഞാൻ ചോദിക്കാനുള്ള അവസരം വേണം. നോണ പറയാൻ പാടില്ല. ഇനി പറഞ്ഞോളി, അടുത്ത ചോദ്യം ചോദിച്ചോളി, അതിന് കുഴപ്പമില്ല. കാരണം ഇത് സമ്മതിക്കണം, അല്ലാതെ പറ്റില്ല. അല്ല ആർക്കാ പേടി? അത് മുഹമ്മദ് മൗലിദ് കെട്ടുകഥകൾ ഉണ്ട് പറയട്ടെ. അതിൽ 11,000 കാഫിറുകൾ തോറ്റുപോയി എന്നുള്ളത് തെറ്റാണ് എന്ന് നിങ്ങൾ പറഞ്ഞോ? അത് മുജാഹിദീങ്ങൾ അത് പറഞ്ഞോ എന്ന് ഓക്കെ. അത് ഞാൻ പറയുന്നതിന് മുമ്പ് നിങ്ങൾ അങ്ങനെ വിടല്ലേ. നിങ്ങൾ ആദ്യം പ്രസംഗിച്ച എന്താ പറഞ്ഞ റിക്കാർഡ് ചെയ്തിട്ടുണ്ട്, ജാല മുഹമ്മദ് മൗലിദ് കെട്ടുകഥയാകുന്നു എന്നാ നിങ്ങൾ ആദ്യം പറഞ്ഞത്. എന്ന് അലവി സക്കാഫി പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞത് നമ്മൾ ഓഡിയോ വീഡിയോ റിക്കാർഡ് ഉണ്ടല്ലോ, അത് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ ഇപ്പൊ പറഞ്ഞത് മാറ്റി പറയാണ്. ഇത് നിങ്ങളുടെ സ്ഥിരം തട്ടിപ്പാണ്. എന്റെ മുമ്പിൽ നടക്കൂല. അത് രണ്ടാ. അതിന്റെ നടക്കണത് വേറെ സ്ഥലം നോക്കേണ്ടി വരും. നിക്ക് ജാല മുഹമ്മദ് മൗലിദ് കെട്ടുകഥയാകുന്നു ആദ്യം പറഞ്ഞത് അങ്ങനെയാണ് എന്ന് അലവി സക്കാഫി പറഞ്ഞു. ഞാൻ എവിടെ പറഞ്ഞു എന്ന് തെളിയിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ടിപ്പോ പറയാ ജാല മുഹമ്മദ് മൗലിദിന് 12,000 ആളുകൾ ഓടി എന്നത് കെട്ടുകഥയാണെന്ന് ഞാൻ പറഞ്ഞു. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് സമ്മതമാണ്, യാതൊരു സംശയമില്ല. ഞാൻ പറഞ്ഞ സീരി വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ വിഷയം അതല്ല. നിങ്ങൾക്ക് കഥയില്ലാതെ നുണ പറയാണ്. സാധാരണ പറയാറുള്ള നുണകൾക്കിടയിൽപ്പെട്ട നുണയാണിത്. അതിന്റെ മുമ്പിൽ നടക്കൂല മൗലവി. എന്ത് ജാല മുഹമ്മദ് മൗലിദ് തന്നെ കെട്ടുകഥയാണ് എന്ന് അലവി സക്കാഫി പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടില്ല. അലവി സക്കാഫി പറഞ്ഞ എന്താ, ജാല മുഹമ്മദ് മൗലിദിൽ, ആ മൗലിദ് എന്നല്ല എല്ലാ മൗലിദുകളിലും മുജാഹിദുകൾ ഇതൊക്കെ പലതും തിരുകി കയറ്റുന്നുണ്ട്. ഇത് ഞങ്ങൾ പറഞ്ഞതാണ്, ഇവിടെ എന്നല്ല എല്ലായിടത്തും പറഞ്ഞതാ. ഇന്നും ഇന്നലെയല്ല, ഒരുപാട് വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് മുജാഹിദ് പ്രസ്സിൽ നിന്ന് പുറത്തിറങ്ങുന്ന മൗലിദുകൾ മാലകൾ നിങ്ങൾ ശ്രദ്ധിക്കണേ. അതിൽ നുണയുണ്ട്, മുജാഹിദ് കടത്തി കൂട്ടുന്നുണ്ട്. ഞങ്ങൾ എല്ലായിടത്തും പറഞ്ഞതാണ്. അത് ജാല മുഹമ്മദ് മൗലിദിനുണ്ട്. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടാണ്. ഒന്ന് ജാല മുഹമ്മദ് മൗലിദ് തന്നെ കെട്ടുകഥയാണ് എന്ന് ഞാൻ പറഞ്ഞു. എന്റെ പേരിൽ വലിയ ഒരു അപരാധമാണ് നിങ്ങൾ പറഞ്ഞത്. അത് ശരിയല്ല എന്ന് നിങ്ങളിപ്പോ സമ്മതിച്ചു. അതുകൊണ്ട് നിങ്ങൾ ആ നുണ പറഞ്ഞത് നുണ തന്നെയാണെന്ന് സമ്മതിച്ചു. ഇപ്പൊ നിങ്ങൾ രണ്ടാമത് ചോദ്യം മാറ്റി. അതിലെന്തൊരു പരാമർശമുണ്ട്, 11,000 ആളുകൾ തോറ്റോടി എന്ന് പറയുന്ന ഒരു പരാമർശമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അത് ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുന്നു, യാതൊരു സംശയമില്ല. അയാൾ മുഹമ്മദ് മൗലിദ് മാത്രമല്ല, ഏറെക്കുറെ എല്ലാ മൗലിദിലും മുജാഹിദ് പ്രസ്സിൽ നിന്ന് കടത്തി കൂട്ടിയ പലതും ഉണ്ട്. ഞങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുന്നു, ഉറപ്പാണ്. അത് തിരുത്താൻ തന്നെ ഞങ്ങളിപ്പോ മൗലിദുകൾ നന്നാക്കി ഇറക്കിക്കൊണ്ടിരിക്കുന്നത്, അതിലൊന്നും സംശയമില്ല. പക്ഷെ അതിന്റെ പേരിൽ ജാല മുഹമ്മദ് മൗലിദ് തന്നെ കെട്ടുകഥയാണ് എന്ന് ഞാൻ പറഞ്ഞു. എന്നെ കുറിച്ച് ശുദ്ധ അസംബന്ധം നോണ നിങ്ങൾ പറഞ്ഞു. അത് പറയരുത്. നേർക്ക് നേരെ നിൽക്കുമ്പോൾ നോണ പറയരുത്. നിങ്ങൾ അനുയായികൾ ഒറ്റ കിട്ടുമ്പോ പറഞ്ഞോളി, നമുക്ക് എതിർപ്പില്ല. നമ്മൾ തമ്മിൽ നേർക്ക് നേരെ അത് പറ്റൂല. നോണ പറയരുത്. ഉള്ളത് പോലെ പറഞ്ഞോളി. ഇത് ജാല മദ്ഹബിന്ന് വിട്ട് ജാല മുഹമ്മദ് മൗലിക്ക് ചാടിയാണോ ഒരു കുഴപ്പമില്ല, ചോദിച്ചോളി. അതിന് മറുപടി പറയും. വെച്ചു കൊടുത്ത് മൈ കൊടുത്ത് മൗലിദിന്ന് വിട്ട് ജാലമോക്ക് ചാടിയല്ല. നിങ്ങൾ ഇസ്ലാമിയില്ലാത്ത പലതും കെട്ടിക്കൂട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾ ഓരോ നാരായണനും ഇല്ല കെട്ടുകഥ എന്ന് പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ ഈ സമൂഹത്തിന്റെ പറഞ്ഞ് മുജാഹിദ് പ്രശ്നം അടിക്കാണെന്ന് നിങ്ങൾ എന്നെ ഇല്ലാത്തത് പറയും. നിങ്ങൾ വലിയല്ലേ മുജാഹിദ് പ്രശ്നം നിങ്ങൾ മൗലിദ് അടിക്കുന്ന വെക്കലാണ്. നിങ്ങൾ ഇപ്പോഴും വെക്കുന്നില്ല. അത് ഇപ്പോഴും വെക്കുന്ന മൗലിദില്ലാന്ന് പറയട്ടെ. അത് മാത്രമല്ല, ജയല മുഹമ്മദ് മൗലിദ് കെട്ടുകഥല്ല 13,000 ഓടിയിട്ടുണ്ടെന്ന് ഇവരെ മൗലികൾ ന്യായീകരിച്ച് വെക്കാൻ പറ്റുന്നുണ്ട്. ഇവരെന്നെ പറയുന്നു 13,000 കാസുകൾ ഓടിയെന്നാണ്. അതിലെന്താ തെറ്റെന്ന് ഇവരെന്നെ പറയാം. അവസരം കിട്ടുന്നവർ പറയാം അത് തെറ്റുണ്ട്. അങ്ങനെ മൗലിദിന്റെ ഏതായാലും കംപ്ലീറ്റ് ഞങ്ങൾ തൊട്ട് പറഞ്ഞു തെറ്റാണെന്ന് പറയുന്നത് ഒരു അതില്ല. സത്യം തുറന്ന് പറയും, ജനങ്ങൾ സത്യം മനസ്സിലായിക്കോട്ടെ. ഇതിലെന്താ നിങ്ങൾ ബേജാറ്? മൂപ്പര് നുണ പറഞ്ഞത് ജനങ്ങൾ അറിയിച്ചു എന്നുള്ള ബേജാറുള്ളൂ, വേറൊരു ബേജാറുമില്ല. ജാല മുഹമ്മദ് മൗലിദിന് 12,000 ആളുകൾ പിന്തിരിഞ്ഞോടി യൗമ ബദർ, ബദർ ദിവസം എന്നൊരു പരാമർശമുണ്ട്. ബദർ യുദ്ധത്തിൽ ആകെ പങ്കെടുത്തത് എത്രയാണ്? അതിന് സംഭവം എന്താ അറിയാത്തവരുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ തലക്കുന്നൊന്ന് പറയാം. ജാല മുഹമ്മദ് മൗലിദ് എന്ന് പറയുന്ന മൗലിദിൽ അതിൽ റസൂലുള്ളാഹിന്റെ ഓരോ അവയവത്തിന്റെയും മുഅ്ജിസത്ത് വിശദീകരിക്കുന്നുണ്ട്. അതിൽ പറയുന്നു മുഅ്ജിസത്തു യദിഹി, റസൂലുള്ളാഹിന്റെ കയ്യിന്റെ മുഅ്ജിസത്ത്, ഹൈസു റമാ മിന തുറാബി ഫഖാല ഷാഹത്തിൽ റുജൂം എന്ന് പറഞ്ഞു. റസൂലുള്ള ഒരു പിടി മണ്ണ് വാരി എറിഞ്ഞപ്പോ അത് ശത്രുക്കളുടെ കണ്ണിൽ ചെന്ന് പതിഞ്ഞു എന്ന് മാത്രമല്ല, ഫൻഹസമ 12,000 ആളുകൾ പിന്തിരിഞ്ഞോടി.
അപ്പൊ 12,000 ആളുകൾ ബദർ യുദ്ധത്തിൽ ശത്രുക്കൾ വന്നിട്ടില്ലല്ലോ. മിനൽ കുഫാരി കാഫിറുകൾ 1000 ആളല്ലേ പങ്കെടുത്തിട്ടുള്ളൂ. പിന്നെ എങ്ങനെ 12,000 ആളുകൾ ഓടിയത്? ഇതാണിപ്പോ ഇയാളെ ചോദ്യത്തിന്റെ കാതലായ വശം. അതിന് ഞങ്ങൾ പറഞ്ഞു, ആ പഴയ പതിപ്പുകളൊക്കെ ഞാൻ ഇപ്പൊ ഇവിടെ വിതരണം ചെയ്യുന്ന ആ മാല മൗലിദുകൾ മധുഹുണ്ട് ചിരിക്കില്ല എന്നുള്ള പ്രഭാഷണ സീരിയൽ നന്നായി ഇതൊക്കെ വിശദീകരിച്ചതാണ്. വല്ലപ്പോഴും ഇതൊക്കെ എന്ന് തുടങ്ങി വിശദീകരണം ഇവരൊക്കെ ഇപ്പൊ കിട്ടിയിട്ടുള്ള വിവരമൊക്കെ നമ്മളിത് വർഷങ്ങളായി ഇതൊക്കെ വിശദീകരിക്കാൻ തുടങ്ങിയിട്ട്. നിക്ക് നിങ്ങൾ ഇളകല്ലേ ഞാൻ പറയട്ടെ, കുറച്ച് ഇളകുന്ന എനിക്കറിയാം. അങ്ങനെ ഇങ്ങനെ കുറെ ആളുകൾ ഇളകി പുറപ്പെടുന്ന പരിപാടി ഞങ്ങൾക്കുള്ളത് ഉണ്ടാതെ അവിടെ ഞങ്ങൾ പറയട്ടെ. അപ്പോ അതിന്റെ യാഥാർത്ഥ്യം എന്താ സഹോദരന്മാരെ? നമ്മളെ പഴയ മൗലിദിന്റെ കിതാബ് ഞാൻ രേഖ കൊണ്ട് ചെയ്യുന്ന വല്ലപ്പുഴയിൽ സക്കരിയ സരായി ഇവരൊക്കെ ആരാ? സക്കരിയ സരായി ഇവളെ ചാത്തല്ലേ? ഇവരെ ഇയാൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് രേഖകളെ കൊണ്ട് ഞാൻ സ്ഥാപിച്ചിരുന്നു. 12,000 എന്ന് പറഞ്ഞത് അത് മുജാഹിദ് അൽ മുർഷിദ് പ്രസിലും മറ്റുമൊക്കെ കടത്തിക്കൂട്ടിയിട്ടുള്ള തെറ്റുകളാണ്. പഴയകാല പതിപ്പുകൾ അങ്ങനെയില്ല. പൻഹസമ അൽഫു റജിലിൻ എന്നാണ്, 1000 ആളുകൾ പിന്തിരിഞ്ഞോടി എന്നല്ല. പഴയ മൗലിദിന്റെ കോപ്പിയാണ് എന്റെ കയ്യിൽ തന്നെ ഉണ്ടത്. പഴയ കോപ്പിതാ പൻഹസം. ഇതത്ര 1950 മുമ്പ് അച്ചടിച്ചതാ. ഇതിലുള്ളതാണിത്. ഇതിലെന്താ? പൻഹസമ മുഅ്ജിസത്തു യദിഹി ഹൈസു റമാ മിന തുറാബി ഫഖാല ശാഹത്തുൽ വുജൂഹ് ഫഅമാ അബ്സാറഹും പൻഹസമ അൽഫു റജിലിൻ മിനൽ കുഫാർ. 1000 ആളുകൾ തോറ്റോടി. അങ്ങനെയാണ്. അപ്പൊ യൗമ ബദർ ദിവസം 1000 ആളെ പങ്കെടുത്തിട്ടുള്ളൂ. ഉറപ്പന്നെയാണ്. ഇതാണ് പഴയ ഏട്ടിലൊക്കെ ഉള്ളത്. മൗലിദിന്റെ ഏടുകളിലുള്ളത് അങ്ങനെയാണ്. എന്നാലോ ഇപ്പൊ സഹോദരന്മാരെ നിങ്ങൾക്കറിയോ, മുജാഹിദുകളെ പ്രസ്സിൽ നിന്ന് മുജാഹിദുകൾ തയ്യാറാക്കിയ പ്രസ്സുകളിൽ അവരൊരു തിരിമറി നടത്തി. ഇവിടെ മാത്രമല്ല, ഒരുപാട് തിരിമറി നടത്തിയിട്ടുണ്ട്. അതൊക്കെ ഞാനിപ്പോ മാല മൗലിദുകളിൽ മധുഹുണ്ട് ചിരിക്കില്ല എന്ന സീഡിയിൽ ഒരുപാട് 3 സീഡിന്റെ അതിൽ മുഴുവനും മൗലവിമാരെ തട്ടിപ്പുകളാണ് അതിൽ വെച്ചിട്ടുള്ളത്. അങ്ങനെ കുറെ കടത്തി കൂട്ടിയിട്ടുണ്ട്. കടത്തി കൂട്ടിയ കൂട്ടത്തിൽ ഇവിടെ ഇസ്നാ അശ്റ അൽഫുറജിൽ 12,000 ആളുകൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു അത് അബദ്ധമാണ്, തെറ്റാണ്, ശരിയല്ല, ചരിത്രപരമായി തെറ്റാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു. എന്നാൽ അപ്പൊ ഇയാളെ ചോദ്യം എന്താ? ഞങ്ങളെ പ്രശ്നങ്ങൾ അച്ചടിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ വിൽക്കണില്ലേ? എങ്ങനെയുണ്ട്? അപ്പൊ അച്ചടിച്ച ഓലിക്കല്ല കുഴപ്പം, വിൽക്കണ ഞമ്മക്കാ കുഴപ്പം. എങ്ങനെയുണ്ട്? ഇതാ ഞങ്ങൾ പറഞ്ഞത്. അതിൽ ഈ മൗലിദിന്റെ ഏടില് ഈ അബദ്ധമല്ലാത്ത സുബദ്ധങ്ങൾ കുറെ ഇല്ലേ? ഞങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് തെറ്റാകുന്നു അല്ലേ? ഇതിന് ജനങ്ങളത് കൈയൊഴിക്കും. ഇതാ ഞങ്ങൾ പറയുന്നത്. മാത്രമല്ല ഞങ്ങൾ തന്നെ മൗലിദ് നന്നാക്കി ഈ തെറ്റുകളൊന്നും ഇല്ലാത്തത് ഇങ്ങനെ അച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇവർക്ക് സഹി കെട്ടപ്പോൾ CH പ്രസിൽ ഇപ്പൊ മൗലിദിന്റെ കിതാബുകൾ ഇങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ കുറെ പ്രസംഗങ്ങളിൽ ഇത് പറഞ്ഞപ്പോ കെട്ടുകണക്കിന് ഇരിക്കുകയെന്നാണ് വിവരം, രഹസ്യ വിവരം. ഏത് ചെലവാകുന്നില്ല. അപ്പൊ ആ ബേജാറാണ് മുജാഹിദുകൾക്ക് എല്ലായിടത്തും ഉള്ളത്. അപ്പൊ ഇവർക്ക് ഇങ്ങനെ പ്രിന്റ് ചെയ്യാമെന്നും ഞമ്മക്കിത് വിൽക്കാൻ പാടില്ല അല്ലേ? ഞങ്ങൾ പറയുന്നത് എന്താ? ചരിത്രപരമായത് തെറ്റാണ്. അപ്പൊ ഒരു ചോദ്യം, അല്ല ഇവർ തന്നെ പ്രസംഗിച്ച തീയതി ഉണ്ട് ഇങ്ങനെ, അത് നിങ്ങൾക്ക് അത് അറിയില്ല, നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയോ? മറുപടി എന്ന് പറഞ്ഞാൽ 2 മറുപടിയാ. ഒന്ന് നേർക്ക് നേരെ മറുപടി, മറ്റൊന്ന് തെസ്ലീമിന്റെ മറുപടി. കുത്തുബിയൊക്കെ ഒന്ന് ഓതണം, അതിലൊക്കെ ഉണ്ടത്. അതൊക്കെ ഉസ്താദ്മാർക്കും വലിയമാർക്കും അറിയാം. ഇങ്ങനെയെന്ന് വെച്ചാൽ തന്നെ അതിന് മറുപടി ഇങ്ങനെയാണ്. അതിന്റെ അർത്ഥം വെച്ചാൽ തന്നെ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇങ്ങനെ വെച്ചു എന്നതിന് അർത്ഥമില്ല. അത് മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ പറയാം ഇതൊരു മരമാകും, ഇത് മനുഷ്യനാണെന്ന് വെക്കുക. ഇതിന്റെ അർത്ഥം മനുഷ്യനാണെന്ന ഇത് മരല്ലേ, ഇത് മനുഷ്യനാണെന്ന് വെച്ചാൽ തന്നെ ഇങ്ങനെയാണ് അതിന്റെ മറുപടി എന്നാണ്. അതിന് തെസ്ലീമിന്റെ മറുപടി എന്നാ പറയാ. നിങ്ങൾക്ക് എന്ത് തെസ്ലീം മറുപടി? തെസ്ലീമിന്റെ മറുപടി പിന്നെ തിരിയെങ്കിൽ പിന്നെ നിങ്ങൾ പിന്നെ മുജാഹിദാവൂലല്ലോ, ഉറപ്പല്ലേ? അപ്പൊ അതാ ഞങ്ങളെ വിഷയം എന്നതുപോലെ ഇനി ഏറ്റിലുണ്ട് എന്ന് വെക്കുക. വെച്ചാലും നമുക്ക് ഒപ്പിക്കൊക്കെ ചെയ്യാം. ഞങ്ങളെ വ്യാഖ്യാനത്തിൽ ചില പണ്ഡിതർ എഴുതിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നും ആരും എതിർക്കുന്നില്ല. അതുകൊണ്ട് ചരിത്രപരമായി ഇസ്ലാശ്ര ശരിയാതെ വരൂല. ചരിത്രപരമായി ഞങ്ങളൊക്കെ പറഞ്ഞതുപോലെ അത് അബദ്ധാണ്, അത് നിങ്ങളെ പ്രസ്സിൽ അച്ചടിച്ചത് ശരിയല്ല, അത് തെറ്റാണ്. ഇതാണ് ഞങ്ങൾ പറയുന്നത്. ഇത് മുജാഹിദിന്റെ പ്രസ്സുകളിൽ നിന്ന് അച്ചടിച്ച് വരുന്നതാണ്. CH പ്രസ്, അൽ മുർഷിദ് പ്രസ്, മുജാഹിദുകളെ പ്രസ്സാണത്. ഈ മാലിം മൗലിദും കൊടിയ ശിർക്കാണ്, കുഫറാണ് എന്ന് മുജാഹിദിനെ മിനിറ്റ് നാഴികക്ക് 40 വട്ടം പറയും. എന്നിട്ടോ ഈ മാലിം മൗലിദും കുത്തുബിയത്തും റാത്തീബും ബുർദിയും ഇതെല്ലാം കൂടി ഇങ്ങനെ ലോഡ് കണക്കിന് അച്ചടിച്ച് വിടുന്നത് എവിടുന്നാ? മുജാഹിദിന്റെ പ്രസ്സിൽ നിന്ന്. മുജാഹിദ് പ്രസ്, CH പ്രസ്, അൽ മുർഷിദ് പ്രസ് തിരൂരങ്ങാടി പോയി നോക്കിയാൽ അറിയാം. 13 കൊല്ലം ഞാൻ അവിടെ ജോലി ചെയ്ത ആളാ. എനിക്കറിയാം. പ്രസ് ജോലി ചെയ്ത ആളെന്നല്ല, അവിടെ പള്ളിയിൽ ജോലി ചെയ്ത തിച്ചമ്പാട്. എനിക്കറിയാം. അവിടുന്ന് കയറ്റി വിടുന്നത്. എന്നാ അവിടെ വന്നിട്ടോ അവിടെ മുജാഹിദ് പരിപാടിക്ക് മുഴുവൻ ചെലവും അവർ സംഘടിപ്പിക്കലും സംഘാടകരൊക്കെ ഇതിന്റെ ആളുകളാ. എന്നിട്ട് പറയലോ മാലിം മൗലിദ് ശിർക്ക്, കുഫ്രിയത്ത്, ഭയങ്കര കൊടിയ ശിർക്കിനാ കുത്തുബിയത്ത്. ഇത് എവിടുന്ന് അച്ചടിച്ചു നിന്ന്? ഓല പ്രസും തന്നെ ലോഡ് കണക്കിന് അച്ചടിച്ച് ഇങ്ങനെ വിടുക. അത് പൈസ ഒക്കെ കിട്ടി അത് തൗഹീദ്. മാലിം മൗലിദ് അത് ശിർക്കും,
ഇത് വേണോ നമ്മളെമ്മിൽ വേണോ നമ്മളെമ്മിലത് വേണോ വേണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇത് മുജാഹിദ് പ്രസ്സുകളിലുള്ള അബദ്ധമാണ്. ഇത് മുജാഹിദല്ല, സ്വകാര്യ കമ്പനിക്കാരാരെങ്കിലും മത്സരിച്ച് വിട്ടിട്ട് അതിന് വല്ല തെറ്റുണ്ടോ? അതും തെറ്റന്നെയാണ്. ഞങ്ങളിത് അംഗീകരിക്കുന്നില്ല, യാതൊരു സംശയവുമില്ല. നിങ്ങളിത് പറഞ്ഞത് കേൾക്കണില്ല. നിങ്ങളെ ബേജാറ് പൊന്തുകയാണല്ലോ, നിങ്ങളെ മനസ്സിലുള്ളത് ഇങ്ങോട്ട് പൊന്ത് പകച്ച് വരികയാണല്ലോ. അതെന്താ നിങ്ങൾ അങ്ങനെ ചെയ്യണത്? ഞാൻ പറയുന്ന മറുപടി നിങ്ങൾ കേൾക്കണം. നിങ്ങൾ പഠിച്ചു വെച്ച ദുർവ്യാഖ്യാനം, മൗലവിമാര് പഠിച്ചു വെച്ച ദുർവ്യാഖ്യാനം തന്നെ പഠിച്ചാൽ പോരാ. കുറച്ചൊക്കെ സത്യം നിങ്ങൾ കേൾക്കി, നുണ തന്നെ കേൾക്കല്ലേ, കുറച്ച് സത്യം കൂടി കേൾക്കി. അത് കേൾക്കുമ്പോ നിങ്ങൾക്ക് ഇങ്ങനെ നിർഗളിക്കുകയാണ്, നിങ്ങളെ ഉള്ളിലുള്ള പതച്ച് പൊന്താണ്. പതച്ച് പൊന്തിയിട്ട് കാര്യമില്ല, നിങ്ങളിത് കേൾക്കണം. നിങ്ങൾ ഈ സത്യം ഞങ്ങൾ കേൾപ്പിക്കും. അതിനാ ഞങ്ങളിത് പരിപാടി വെച്ച്. നിങ്ങൾ ഈ ദുർവ്യാഖ്യാനം നടത്തുന്ന മൗലവിമാരുടെ മുഖത്തിന്റെ കീഴിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുമെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. എന്നും ഈ ദുർവ്യാഖ്യാനം തന്നെ പഠിച്ചാൽ പോരാ, നിങ്ങൾ കുറച്ച് സത്യം മനസ്സിലാക്കി. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞത് ഇപ്പൊ എന്താ, ചരിത്രപരമായി ഇസ്രാ എന്ന് പറഞ്ഞത് ചരിത്രപരമായി അബദ്ധമാണ്. അത് നമ്മുടെ പഴയ ഏടുകളിൽ ഇല്ല. പഴയ മൗലിദിന്റെ കിതാബിലുള്ളത് അൽഫുറസിലി എന്നാണ്, 1000 എന്നാണുള്ളത്, യാതൊരു സംശയമില്ല. പിന്നീട് കയറി കൂടിയതാണത്. അത് സ്വകാര്യ കമ്പനിക്കാരും മുജാഹിദ് പ്രസ്സുകാരും ഒക്കെ കടത്തി കൂട്ടിയതാണ്. അതിന് ഞങ്ങൾ ഉത്തരവാദിയല്ല. ഇനി അതിനെ ന്യായീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ എഴുതിയാലും അതിന് പ്രശ്നമില്ല, കാരണം അത് തസ്ലീമിന്റെ മറുപടിയാണ് എന്നതുകൊണ്ട് അത് ചരിത്രപരമായി അബദ്ധമല്ല എന്ന് വരികയില്ല. ഇത് രണ്ട് കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി ചോദിക്കാവുന്നതും ആണ്. അപ്പൊ ഒരു കാര്യങ്ങൾ ഒന്നുകൂടി മനസ്സിലാക്കണേ. ജാല മുഹമ്മദ് മൊത്തം അബദ്ധമാണ് എന്ന് ഞാൻ പറഞ്ഞു എന്നുള്ളത് അയാൾ പിൻവലിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് മൂപ്പര് സമ്മതിച്ചു. എന്റെ പേരിൽ ആദ്യം പറഞ്ഞ നുണ മൂപ്പര് പിൻവലിച്ചിട്ടുണ്ട്. ആ വിവരം ഞാൻ എല്ലാവരെയും ഒന്നുകൂടി, അദ്ദേഹത്തെയും എല്ലാവരെയും ഒന്നുകൂടി അറിയിക്കുകയാണ്. അടുത്ത ചോദ്യം ചോദിച്ചോളൂ. എങ്ങനെ പറഞ്ഞു വരുന്നത് എന്താണ്, ജയല മുഹമ്മദ് മൗലിദിൽ 11 തെറ്റുണ്ട്, ഞങ്ങൾ സമ്മതിക്കുന്ന കാര്യമാണ്, ഞങ്ങൾ തന്നെ സമ്മതിക്കുന്ന കാര്യമാണ് മൗലവി പറഞ്ഞത്. ഞാൻ കേട്ടതാ. ജയല മുഹമ്മദ് ഞങ്ങൾ ഇറക്കിയതാ, നിങ്ങളെ പ്രശ്നം നിങ്ങൾ ഇറക്കിയല്ലേ, എന്നാൽ മുജാഹിദീങ്ങൾ മൗലിദ് ഇറക്കുന്ന ഒരാൾക്ക് പറയും. ഓരോ മൗലിദ് ചോദിക്കുമ്പോഴും പറയും സിദ്ദീഖ് മൗലിദ് പറയും തെറ്റുണ്ട്, വേറെ മൗലവി ന്യായീകരിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ കാണിക്കാം, മൗലിദുമായിട്ട് സംവാദം നടത്താൻ പറഞ്ഞേക്കുമ്പോ 5 മൗലിദ് അവസാനം മർക്കസിന് കുത്തിയിരുന്ന 5 മൗലിദ് ഞങ്ങൾ അംഗീകരിക്കും, മറ്റൊന്നും ഞങ്ങൾ അംഗീകരിച്ചില്ല. ഞങ്ങൾ കിതാബ് പറഞ്ഞു നോക്കില്ലേ, ഞങ്ങൾ വീട്ടിലുള്ള മൗലിദ് കിതാബ് ഇത് അംഗീകരിക്കാൻ മൗലിദ് ഇല്ല, അത് ഞങ്ങൾ പരിശോധിക്കണം. തെറ്റുകഥണ്ടെന്ന് പറയാം. നിങ്ങൾ ഓരോന്ന് പരിശോധിക്കും. അതിനനുസരിച്ച് കേരളത്തിൽ ഉടനീളം മൗലവിമാർ താരിമികൾ പൈസ ഇസ്ലാമിലേക്ക് വേണ്ടി എനിക്ക് പറയണം. അതാ നിങ്ങൾ സീഡി ഞാനാളായാലും നിങ്ങളൊക്കെ സീഡി അല്ലേ ഉള്ളൂ, നിങ്ങളൊക്കെ സീഡി അല്ലേ ഉള്ളൂ. ഞാൻ പങ്കെടുത്ത ആളാണ്. ഒരു സീഡി ഉണ്ട്, ഞാനതിൽ പങ്കെടുത്ത ആ സംഭവത്തിൽ പങ്കെടുത്ത ആളാണ്. അതിന് നേതൃത്വം കൊടുത്ത ആള് ഞാനാ, കൊളത്തൂരുള്ള അലവി സക്കാഫി എന്ന ഞാനാ. ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ, 5 മൗലിദെ അംഗീകരിക്കൂന്നല്ല. മുജാഹിദ് പക്ഷത്തിന് ചോദ്യം, നിങ്ങൾ എത്ര മൗലിദ അംഗീകരിക്കാൻ വെച്ചു കൊടുക്കത്, എത്ര അംഗീകരിക്കാൻ? അപ്പൊ എന്റെ മറുപടി എന്താ, ഞങ്ങൾ അംഗീകരിക്കുന്ന മൗലിദ് 5 എന്നല്ല പറഞ്ഞത്, ഞങ്ങൾ അംഗീകരിക്കുന്ന മൗലിദ് ലക്ഷക്കണക്കിന് മൗലിദുണ്ട് എന്നാണ് സക്കാഫി പറഞ്ഞത്. ലക്ഷക്കണക്കിന് മൗലിദ്. 5 മൗലവിമാര് നുണ പറഞ്ഞ് പഠിപ്പിച്ച്, നുണ വിശ്വസിച്ച്, നുണ പ്രചരിപ്പിച്ച് ഈ ആയിരക്കണക്കായ ആളുകളുടെ മുമ്പിൽ കളവ് പറയാൻ ഞങ്ങൾ ശ്രമിച്ചത്. നിങ്ങളെ ഞാൻ കൈയോടെ പിടികൂടുന്നു. കേട്ടോളൂ, നിങ്ങളെന്നതാ നിങ്ങളെ കളവ് കേട്ടോളൂ. വെച്ചുകൊടുക്ക്. സുന്നികളായ ഞങ്ങൾ അംഗീകരിക്കുന്ന മൗലിദുകൾ ലക്ഷക്കണക്കിന് ഒന്നിന്റെ ലക്ഷക്കണക്കിന്. സുന്നികളായ ഞങ്ങൾ അംഗീകരിക്കുന്ന മൗലിദുകൾ ലക്ഷക്കണക്കിന് ഒന്നിന്റെ ലക്ഷക്കണക്കിന്. സുന്നികളായ ഞങ്ങൾ അംഗീകരിക്കുന്ന മൗലിദുകൾ ലക്ഷക്കണക്കിന് ഒന്നിന്റെ ലക്ഷക്കണക്കിന്. കണ്ടോ 5 മൗലിദാണെന്നാണ് അലവി സക്കാഫി പറഞ്ഞത്. 5 എന്നാണോ പറഞ്ഞത്? ലക്ഷക്കണക്കായ മൗലിദ ഞങ്ങൾ അംഗീകരിക്കല്. ഇതാ പറഞ്ഞത്, ഇതാ ഞാൻ പറഞ്ഞത്. അല്ലാതെ 5 മൗലിദാണെന്നല്ല. നുണ പറയരുത് മൗലവി. മൗലവിമാര് നിങ്ങളെ പഠിപ്പിച്ച നുണയാണ് നിങ്ങൾ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ സത്യമല്ല, നിങ്ങൾ നുണ പറയുകയാണ്. നുണയാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിവരമുള്ളവരുടെ മുമ്പിൽ നുണ പറയൽ കൈയോടെ ഞാൻ പിടികൂടും. ഞാൻ അതിന് പങ്കെടുത്ത ആളാ. ഞങ്ങളെ ഞാൻ മുഴുവനും പറഞ്ഞ് കേൾപ്പിച്ചുതരാം. അത് കേൾപ്പിച്ചു തരാം. ഞാൻ നിങ്ങൾക്കത് മുഴുവനും കേൾപ്പിച്ചുതരാം. ഇരിക്കണം, നിങ്ങൾ സലാം പറഞ്ഞ് പോവല്ലോ വേണ്ടത്. ഞാനതിൽ പങ്കെടുത്ത ആളെ നിങ്ങളെടുത്തിട്ട് പറഞ്ഞാൽ ഇവിടെ എല്ലാവരും വിൽക്കുന്നുണ്ട്. ഞാൻ കൽപ്പിച്ചത് വല്ലപ്പുഴയിൽ സംഭവിച്ചതെന്ത്? സുന്നി
മുജാഹിദ് സംവാദ വ്യവസ്ഥ എന്ന് പറഞ്ഞ് സീഡിത ഒരു പച്ച ലേബിളുള്ള സീഡി പറയുന്നത് നിങ്ങൾ കേൾക്കണം എല്ലാവരും. അത് മുജാഹിദാ ഈ സീഡി. മുജാഹിദുകളെ നുണയാണ് ഇതിൽ മുഴുവനും. അവരുടെ നുണ ഞങ്ങൾ കൈയോടെ പിടിച്ചില്ല. 5 മൗലിദ് അംഗീകരിക്കൊള്ളുന്ന അലവി സക്കാഫി പറഞ്ഞതെന്താ? ലക്ഷക്കണക്കാണ്. ഒന്നുകൂടി വെച്ച് നോക്കി നടക്കുന്നത് ലക്ഷക്കണക്കായ മൗലിദ് ഉണ്ട് ഇതാ പറഞ്ഞത്. കേട്ടോളൂ നിങ്ങൾ. സുന്നികളായ ഞങ്ങൾ അംഗീകരിക്കുന്ന മൗലിദുകൾ ലക്ഷക്കണക്കിന് ഒന്നിന്റെ അടുത്തല്ല ലക്ഷക്കണക്കിന്. സുന്നികളായ ഞങ്ങൾ അംഗീകരിക്കുന്ന മൗലിദുകൾ ലക്ഷക്കണക്കിന് ഒന്നിന്റെ അടുത്തല്ല ലക്ഷക്കണക്കിന്. സുന്നികളായ ഞങ്ങൾ അംഗീകരിക്കുന്ന മൗലിദുകൾ ലക്ഷക്കണക്കിന് ഒന്നിന്റെ അടുത്തല്ല ലക്ഷക്കണക്കിന്. നിങ്ങൾക്ക് ഫുള്ള് പഠിപ്പിച്ചിട്ടല്ലേ ഞങ്ങൾ പോകുള്ളൂ. അതല്ല രസം. ഞങ്ങൾ അതിന് വന്നാലേ നിങ്ങൾ ഈ നുണ പറയലേ, നുണ പാച്ച നുണ പറയാം. മൗലവിമാര് പഠിപ്പിച്ച നുണ അണാക്ക് തൊടാതെ വെള്ളം കൂടി കുടിക്കാതെ അങ്ങനെ മുടുങ്ങ. എന്നിട്ട് അത് വന്നിട്ട് ഇങ്ങനെ പറയാം. നടക്കൂല, വിവരമുള്ളവരുടെ മുമ്പിൽ നടക്കൂല. മൗലവിമാരെ നടക്കൂല. വെച്ചുകൊടുക്ക്. സുന്നികളായ ഞങ്ങൾ അംഗീകരിക്കുന്ന മൗലിദുകൾ ലക്ഷക്കണക്കിന് ഒന്നിന്റെ അടുത്തല്ല ലക്ഷക്കണക്കിന്. പറയാം. സുന്നികളായ ഞങ്ങൾ അംഗീകരിക്കുന്ന മൗലിദുകൾ ലക്ഷക്കണക്കിന് ഒന്നിന്റെ അടുത്തല്ല ലക്ഷക്കണക്കിന്. സുന്നികളായ ഞങ്ങൾ അംഗീകരിക്കുന്ന മൗലിദുകൾ ലക്ഷക്കണക്കിന് ഒന്നിന്റെ അടുത്തല്ല ലക്ഷക്കണക്കിന്. പക്ഷെ ഇവർ നാട്ടുകളിൽ നടപ്പുള്ളത് എന്ന് പറയുന്നത് അതൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അംഗീകരിക്കുന്ന മൗലിദുകളുടെ ലിസ്റ്റ് നമ്മൾ നേരത്തെ ഇന്നല്ല നാളെ മറ്റന്നാൾ കഴിഞ്ഞാൽ തീരൂല. മനസ്സിലാവുണ്ടോ? കാരണം അത്രയ്ക്ക് ഇമാമുകൾ റസൂലുള്ളാഹിയുടെ മൗലിദ് എഴുതിയിട്ടുണ്ട്. ഉദാഹരണം പറയാം, റസൂൽ ഉണ്ടാവും ചെയ്യാമോ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗലിദുകൾ മഹാത്മാക്കൾ എഴുതിയതിൽ ഒരുപാടുണ്ട്, ലക്ഷക്കണക്കിന് വരും. അപ്പൊ അതെല്ലാം കൂടി ലിസ്റ്റാക്കണം പറഞ്ഞാൽ വിഡിത്താണ്. അതാണ് ഞങ്ങൾ തിരിയണ പോലത്തെ ആദ്യം പറഞ്ഞത്. ഞങ്ങൾ അംഗീകരിക്കുന്നത് അത് ഏതായാലും ജോലി പറയട്ടെ. അവിടുന്ന് ചോദിക്കും. അപ്പൊ ഞങ്ങൾക്ക് പറയാതെ ഞങ്ങൾ അംഗീകരിക്കുന്നതാണോ അല്ലേ ഞങ്ങൾ പറയും. അല്ലെങ്കിൽ അത് വാദപ്രതിവാദം ചോദിക്കും പറയും. അതാണ് പ്രശ്നം. അതൊക്കെ ഇവിടെ പറയണമെന്ന് പറഞ്ഞാൽ പിന്നെ വാദപ്രതിവാദം ചെയ്യേണ്ട കാര്യമില്ലല്ലോ. പിന്നെ നമ്മൾ വാദപ്രതിവാദം നടത്തേണ്ട കാര്യമില്ലല്ലോ. അതാണ് ഞങ്ങൾ പറയുന്നത്. ലക്ഷക്കണക്കായ മൗലിദുകളുണ്ട്. അതെല്ലാം കൂടി ലിസ്റ്റാക്കാൻ അത് അപ്രായോഗികമാണ്, കഴിയില്ല. ഇപ്പൊ ഞങ്ങൾ രേഖപ്പെടുത്തുന്ന 3 മൗലിദുകൾ ഞങ്ങൾ അംഗീകരിക്കുന്നത് തന്നെയാണ്, ഉറപ്പാണ്. ഇതിനർത്ഥം വേറെ അംഗീകരിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ള വിഷയം ഇപ്പൊ പറഞ്ഞിട്ടില്ല. ഇത് അംഗീകരിക്കുന്നത് തന്നെയാണ്. ഞങ്ങൾ അംഗീകരിക്കുന്ന മൗലിദുകൾ വേറെ ഒരുപാടുണ്ട്. 10,000 കണക്കിന് ലക്ഷക്കണക്കിന് ഏടുകളും മൗലിദുകളും. അതെല്ലാം കൂടി ഇവിടെ ലിസ്റ്റാക്കുന്നത് തന്നെ അപ്രായോഗികമാണ്. ഞങ്ങൾ അംഗീകരിക്കുന്ന മൗലിദുകൾ വേറെ ഒരുപാടുണ്ട്. 10,000 കണക്കിന് ലക്ഷക്കണക്കിന് ഏടുകളും മൗലിദുകളുണ്ട്. അതെല്ലാം കൂടി ഇവിടെ ലിസ്റ്റാക്കുന്നത് തന്നെ അപ്രായോഗികമാണ്. ഉദാഹരണം പറയാം. നിങ്ങൾ അംഗീകരിക്കുന്ന കിതാബുകൾ ലിസ്റ്റ് പറഞ്ഞാൽ എത്ര ഇമാമുകളിൽ ലക്ഷക്കണക്കിന് ഇമാമുകൾ കിതാബുകൾ എഴുതിയിട്ടില്ലേ? അതെല്ലാം കൂടി ലിസ്റ്റാക്കാൻ പറഞ്ഞാൽ പ്രായോഗികമല്ല. നിങ്ങൾ അംഗീകരിക്കുന്ന ഹദീസുകളെല്ലാം കൂടി നിങ്ങൾ എഴുതിച്ചതെന്ന് പറഞ്ഞാൽ വിട്ടിട്ടാണത്. അതാ ചോദ്യം അപ്രസക്തമാണ്. അത് അവർ ചിന്തിക്കാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഞങ്ങൾ ചെയ്യാൻ റെഡിയാണ്. മതി. അപ്പൊ എന്താ പറഞ്ഞത്? മുജാഹിദ് മൗലവിമാര് പല അനുയായികളെ പഠിപ്പിച്ചുകൊണ്ടത് കുറെ നുണ. ഈ അനുയായികളെ അണ്ണാക്കത്തോടാണ് വിഴുങ്ങിയിട്ടുണ്ട്. എന്നിട്ട് അതിങ്ങനെ വലിയ സംഗതിയായിട്ട് നടക്കുക. ഇതാണ് അലവി സഖാഫി 5 മൗലിദ് മാത്രമേ അംഗീകരിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. സുഹൃത്തെ, ചിന്തിക്ക്. തലവാണം കുറച്ചിട്ട് ചിന്തിക്കണം നിങ്ങൾ. എന്താ ഞാൻ പറഞ്ഞത്? ഇത് ഞാൻ പറയാ, ഞാനതിൽ പങ്കെടുത്ത ആളാ. എന്താ പറഞ്ഞത്? 5 മൗലിദേ അംഗീകരിക്കുള്ളൂ എന്നല്ല. ഒരു സംവാദത്തിൽ വാദപ്രതിവാദം ചെയ്യണമെങ്കിൽ നമ്മളെ നാട്ടിലുള്ള ഏതാവട്ടെ, അല്ലെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കുന്ന ലക്ഷക്കണക്കിന് ഏടുകളോ 10,000 കണക്കിന് ഏടുകളോ എല്ലാം കൂടി ഒരു വാദപ്രതിവാദം 2 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ നടക്കുന്ന വാദപ്രതിവാദത്തിലൊക്കെ ഈ മൗലിദൊക്കെ പേര് പറയാൻ സമയം ഉണ്ടാവും. പിന്നല്ലേ വാദപ്രതിവാദം ചെയ്യല്? ഇത് നടക്കൂല, അപ്രായോഗികമാണ്. ഇതാ ഞങ്ങൾ പറഞ്ഞത്. ഒന്നാം ഘട്ടം ഈ 3 മൗലിദുകൾ, ഒന്നാം ഘട്ടം ഈ 3 മൗലിദ്, രണ്ടാം ഘട്ടം ഞങ്ങൾ റെഡിയാണ്. ഞങ്ങൾ അംഗീകരിക്കുന്ന അടുത്ത 3 മൗലിദ്, പിന്നെ 3 മൗലിദ് നടക്കട്ടെ. സംവാദത്തിന്റെ ശൃംഖല തന്നെ നടക്കട്ടെ. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കണ്ടോ നിങ്ങൾ? ഇതാണ് എന്നിട്ട് മുജാഹിദ് മൗലവി പറഞ്ഞത്. എന്ത്? ആകെ 5 അംഗീകരിക്കുന്ന നോണ പഠിച്ചു വന്നിരിക്കുന്നു. മൗലവിമാർ നോണവിക പഠിപ്പിച്ചിരിക്കുന്നു. അത് ഞങ്ങളുടെ മുമ്പിൽ, വിവരമുള്ളവരുടെ മുമ്പിൽ ഈ ദുർവ്യാഖ്യാനം നടക്കൂല. മൗലവിമാരെ നടക്കൂല. ഒന്നുകൂടി വെച്ചുകൊടുക്ക്. അതൊന്നുകൂടി വെച്ചുകൊടുക്ക്. ഈ നോണ പറയാ, നോണ നടക്കൂല. വെച്ചുകൊടുക്ക്. ഉറപ്പുള്ള 5 കൂടെ പറഞ്ഞല്ലോ. 2 കൂട്ടർക്കും തർക്കമില്ലാത്ത, ഐക്യവേദിക്കും സംശയമില്ലാത്ത, എല്ലാവർക്കും സുസമ്മതമായ ഈ 5 അത് നമുക്ക് വാദപ്രതിവാദം ആദ്യം നടക്കട്ടെ. എന്നിട്ട് പിന്നീട് മൗലിദുകൾ കുറെ ഉണ്ടല്ലോ, അത് പരിശോധിച്ചിട്ട് തകരാറില്ല ഞങ്ങൾ പറയും. ഞങ്ങളുടെ കാലത്ത് അംഗീകരിക്കാൻ പറ്റും എന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുകയോ അല്ലെങ്കിൽ ഞങ്ങൾ സമ്മതിക്കുകയോ അതിനെക്കുറിച്ച് മാത്രമേ. കണ്ടോ? അപ്പൊ 1-ാം ഘട്ടം ഇത്, 2-ാം ഘട്ടം അത്, പിന്നെ 5 മൗലിദ്, പിന്നെ അടുത്ത മൗലിദ്. ഇതാണ് ഞങ്ങൾ പറഞ്ഞത്. ലോകത്താകെ 5 മൗലിദ് അംഗീകരിക്കുള്ളൂ.
അല്ലാത്തൊന്നും അംഗീകരിക്കൂല. അലവി സക്കാഫി പറഞ്ഞു. പച്ച നോണ അനുയായികളെ കൊണ്ട് പറയിപ്പിക്കുക നേതാക്കൾ പറഞ്ഞത് ഇങ്ങനെ മുണുങ്ങവര്. എന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മളോട് പറയാം ഞാനതിൽ പങ്കെടുത്താൽ എന്നോടാണത് പറഞ്ഞത്. ഈ ജാതി നോണ. നിങ്ങൾ ഈ മുജാഹിദ് നടത്തിയ സീഡി കണ്ടിട്ട് ഇങ്ങനെ വിശ്വസിച്ചാലോ? നിങ്ങൾക്ക് ഈമാൻ നഷ്ടപ്പെടാതെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറഞ്ഞത്. ഈ മൗലവിമാരുടെ കെണിയിൽ നിങ്ങൾ പെട്ടുപോകരുത്. ബാലനും രാമനും ഒക്കെ മുസ്ലിമാണെന്ന് പറയുന്ന ഈ വിശ്വാസം ഉണ്ടല്ലോ, അത് ഇസ്ലാമല്ല. അതുപോലെ മക്കയിലെ മുശ്രിക്കുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹുവിൽ വിശ്വസിച്ചിരുന്നു എന്ന് പറഞ്ഞ വിശ്വാസം ഉണ്ടല്ലോ, അത് ഇസ്ലാമല്ല. അലവി സഖാഫി ആകെ 5 മൗലിദെ അംഗീകരിക്കൊള്ളൂ എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ശുദ്ധ കളവാണ്, നുണയാണ്, അസംബന്ധമാണ്. ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. ലക്ഷക്കണക്കിന് മൗലിദുകളുണ്ട് ഞങ്ങൾ അംഗീകരിക്കുന്നത്. പക്ഷെ ഒരു വാദപ്രതിവാദത്തിൽ അത് മുഴുവനും കൂടി നടത്താൻ കഴിയില്ല. ഒരു വാദപ്രതിവാദത്തിൽ 1-ാം ഘട്ടം 3, പിന്നെ 3, പിന്നെ 3 പോകട്ടെ. വാദപ്രതിവാദത്തിന്റെ ശൃംഖല തന്നെ പോകട്ടെ. ഇതാ ഞങ്ങൾ പറഞ്ഞത്. അല്ലെങ്കിൽ പിന്നെ 5, പിന്നെ 5, പിന്നെ 5 പോകട്ടെ. ഇതാ ഞങ്ങൾ പറഞ്ഞത്. ഇതല്ലാതെ ആകെ 5 മൗലിദെ അംഗീകരിക്കൂ എന്ന് പറയുന്നത് മൗഢ്യമാണ്, വിഡ്ഢിത്തമാണ്, ശരിയല്ലാത്തതാണ്, ഞങ്ങൾ പറഞ്ഞിട്ടില്ലാത്ത കാര്യമാണ് എന്നുകൂടി ഓർമ്മപ്പെടും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്താനുള്ളത്, ഇനിയും എപ്പോഴും എത്രയും സമയവും ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ്. നിയമപാലകർ അനുവദിച്ച സമയം അവസാനിച്ചതുകൊണ്ട് ഈ പരിപാടി ഇപ്പോൾ ഇവിടെ സമാപിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനി വിശദമായി എപ്പോൾ വേണമെങ്കിലും ഞങ്ങൾ തയ്യാറാണ്. ദാറുൽ ഫലാഹിൽ ഇസ്ലാമിയയിലാണ് ഞങ്ങൾ ജോലി ചെയ്യുന്നത്. എപ്പോഴും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് എന്നുകൂടെ ഓർമ്മപ്പെടുത്തി ഈ പരിപാടി പോകരുത്. എല്ലാവരും ദ്വാരന്ന് പോകണം. നമ്മൾ കുറഞ്ഞ സമയം കിട്ടിയുള്ളൂ. ചോദ്യകർത്താക്കൾ വരാൻ വൈകിയത് കൊണ്ടാണ്. ഏതായാലും കുറഞ്ഞ സമയത്തിന്റെ ഉള്ളിൽ പറഞ്ഞ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കണം. മുജാഹിദ് പ്രസ്ഥാനം പറയുന്ന ഇതുപോലുള്ള കളവുകൾ മാത്രം നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യമായി മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ.